അങ്ങനെ അർത്ഥം വെച്ചത്. ഇയ്യാക നസ്തഈൻ എന്ന വാക്യത്തിന് അങ്ങനെ ഒരു അർത്ഥം ലോകത്ത് ആര് നടത്തി? ആദം നബി നടത്തിയോ? ഈസാ നബി നടത്തിയോ? ഇബ്രാഹിം നബി നടത്തിയോ? ഇല്യാസ് നബി നടത്തിയോ? മൂസാ നബി നടത്തിയോ? മുഹമ്മദ് നബി നടത്തിയോ? ഖുലഫാഉർ റാഷിദീങ്ങൾ, അഇമ്മത്തുൽ അർബഅ, ലോക ഇമാമിയങ്ങൾ, കഴിഞ്ഞുപോയ ആളുകൾ നടത്തിയോ? അപ്പൊ അള്ളാന്റെ സഹായം പല കോലത്തിലും വരും. അല്ലാതെ അഭൗതികം അള്ളാന്റേത്, ഭൗതികം പടപ്പുകളുടേത്. അള്ളാഹ്ക്ക് ഭൗതികവും കൊടുക്കാൻ പറ്റൂല, പടപ്പാക്ക് അഭൗതികവും കൊടുക്കാൻ പറ്റൂല. അള്ളാഹ്ക്ക് ഭൗതികം കൊടുത്താൽ അപ്പോഴും കാഫിറായി, പടപ്പാക്ക് അഭൗതികം കൊടുത്താലും കാഫിറായി. ഈ വിശ്വാസം അഖീദ പയച്ചതല്ലേ? എന്തുകൊണ്ടാണ് വഹാബിയാണ് പുത്തൻവാദികളെന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? ഇതാ കാരണം. ഇതാണ് അതിന്റെ ഒരു കാരണം. സിറാത്തുൽ മുസ്തഖീം എന്ന സിഡിയിൽ ഹുസൈൻ സലഫി ചോദിക്കുന്നുണ്ട്, ഞങ്ങളെപ്പറ്റി ഇവരെ ചിലർ പുത്തൻവാദികൾ എന്ന് വിളിക്കുന്നു, അതിന്റെ കാരണം എന്ത് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഒന്നിതാണ്, പിന്നെ ഒരുപാട് കാരണങ്ങൾ വേറുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഇദ തസ്തഗീസൂന റബ്ബക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിസീൻ. നിങ്ങൾ ബദരീനാഗണത്തിൽ റബ്ബിനോട് സഹായം ചോദിക്കുന്ന വേളയിൽ അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിസീൻ, അല്ലാഹു പറഞ്ഞ മറുപടി എന്താ? ഫസ്തജാബലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിസീൻ. അല്ലാഹു സഹായിക്കുന്നു പറഞ്ഞത് എങ്ങനെയാ? മലക്കുകളെ വെച്ചുകൊണ്ട് സഹായിക്കുന്ന. അപ്പൊ അള്ളാഹുവിന്റെ സഹായത്തിന്റെ സംവിധാനത്തിൽ മലക്കുകളുണ്ട്, അള്ളാഹുവിന്റെ സഹായത്തിന്റെ സംവിധാനത്തിൽ മഹാത്മാക്കളുണ്ട്, അള്ളാഹുവിന്റെ സഹായത്തിന്റെ സംവിധാനത്തില് ജിന്നുകളുണ്ട്, അള്ളാഹുവിന്റെ സഹായത്തിന്റെ സംവിധാനത്തിൽ ധാരാളം ഘടകങ്ങളുണ്ട്. അതിനെന്താ തെളിവ്? അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാം. അതിൽപ്പെട്ട ഒരു തെളിവ് ഞാൻ ആദ്യം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മരുഭൂമിയിൽ അകപ്പെട്ടു, അവന്റെ വാഹനം നഷ്ടപ്പെട്ടു, ഭക്ഷണപദാർത്ഥം തീർന്നു, സഹായിക്കാനാളില്ല, വിജനമായ കേന്ദ്രം. ഈ സന്ദർഭത്തിൽ അവനെന്ത് ചെയ്യണം? ഫൽയുനാദി, അവൻ വിളിക്കട്ടെ. എന്താ വിളിക്കട്ടെ? യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കണമേ. അത് ഇയ്യാക നസ്തഈനോട് എതിരാ ആണോ? ഈ ഹദീസ് ഒരുപക്ഷേ ഈ ഹദീസ് ഒരുപാട് കിതാബുകളിലുള്ളതാണ്. ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മുസ്ലിം ലോകം ചർച്ച ചെയ്തതാണ്. ഞാനിത് പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും. മോലിക്ക് ഇപ്പൊ എന്താ പറയാൻ കിട്ടിയത്? കള്ള ഹദീസ്. ഈ വഈഫായ കള്ള ഹദീസാണോ ഇമ്മുസ്ലിയാർക്ക് ഇപ്പോ ഇവിടെ വെച്ച് പറയാൻ കിട്ടിയത് എന്ന് ചിരിക്കുന്നവരുണ്ടാകും. എന്നാൽ ആ ചിരിക്കുന്നവരുടെ വായ അടപ്പിക്കുന്ന ഒരു വാക്യം ഞാൻ വായിച്ചുതരാം. എന്റെ പ്രഭാഷണത്തിന്റെ ആധാരമായ ഹുസൈൻ സലഫിയുടെ ചിന്താഗതിയുടെ നേതാവായ സാക്ഷാൽ ഡോക്ടർ കെ സക്കരിയ സ്വലാഹി അവറുകളാൽ രചിക്കപ്പെട്ട ഈ കൊച്ചു പുസ്തകം, ഇതിന്റെ പേര് ജിന്നുകളോടുള്ള സഹായതേട്ടവും KJU ഫത്വയും. ഇതിന്റെ 2 പേജ് ഞാൻ വായിച്ചു തരാം. അതോടുകൂടി ആ ചിരിക്കുന്ന ആളുകളൊക്കെ ചിരിപൂട്ടും.
ആരെങ്കിലും യാ ഇബാദല്ലാഹ് എന്ന് സഹായം ചോദിച്ചു കൊള്ളട്ടെ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പാദം അത് കള്ളമാണ്, അതീവ ദുർബലമാണ്. ശ്രോതാക്കളുണ്ടെങ്കിൽ ഇത് വായിക്കലോടുകൂടി തൊള്ള പൂട്ടും. പ്രത്യേകിച്ച് ഹുസൈൻ സലഫിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വായ പൂട്ടും. ഇതിന്റെ 21, 22 പേജുകളിൽ പറയാം, ഈ ഹദീസ് കള്ളമല്ല, ഈ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഇമാം അഹ്മദ് ബിൻ ഹംബൽ. എത്ര ഹദീസ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കറിയാം? 10 ലക്ഷം ഹദീസുകളെ അതിന്റെ സമഗ്രമായ ജ്ഞാനസ്രോതസ്സുകളോടൊപ്പം ഹൃദിസ്ഥമാക്കിയ മഹാൻ. ആ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള മുൻകാല ഇമാമുകളുണ്ട്. അഹ്ലുസുന്നയുടെ ഇമാമായി ചരിത്രം വാഴ്ത്തുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഹജ്ജിനുള്ള യാത്രക്കിടയിൽ വഴിതെറ്റിയപ്പോൾ യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലത്വരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം വഴിയിലെത്തിച്ചേർന്നു എന്ന് തന്റെ മകൻ അബ്ദുള്ള അദ്ദേഹത്തിന്റെ മസായിലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു മരണം ഹിജ്റ 458 തന്റെ അൽ ആദാബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുകയും പണ്ഡിതന്മാരിൽപ്പെട്ട സാലിഹീങ്ങളുടെ അടുക്കൽ, സമ്മാനികളുടെ അടുക്കലല്ല, പണ്ഡിതന്മാരിൽപ്പെട്ട സാലിഹീങ്ങളുടെ അടുക്കൽ ശരിയായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യപ്പെടുന്ന ഹദീസാണിതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മുഅ്ജമുൽ കബീറിലും ഇമാം നവവി തന്റെ അൽ അദ്കാറിലും ഈ ഹദീസ് ഉദ്ധരിക്കുകയും ഇത് അനുഭവത്തിലൂടെ പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ ദിക്ർ ദുആകൾ സമാഹരിച്ച അൽ കലിമത്തു ത്വയ്യിബ എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം തന്റെ അൽ വാബിലുസ് ത്വയ്യിബ് എന്ന ഗ്രന്ഥത്തിലും ഇമാം ശൗക്കാനി തന്റെ തുഹ്ഫത്തുൽ ദാകിരീൻ എന്ന ഗ്രന്ഥത്തിലും ഇതുപോലെ മറ്റു പലരും ഈ ഹദീസ് ദിക്ർ ദുആകളുടെ കൂട്ടത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികളായ മുഹദ്ദിസുകളും തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളും അമൽ ചെയ്യുകയും സ്വഹീഹായി കണ്ട് അമൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു ഹദീസാണിത്. ഈ തൊള്ളപൂട്ട എന്താ പറഞ്ഞത്? സക്കരിയ സ്വലാഹി എന്താ പറഞ്ഞത്? അപ്പോൾ മുൻഗാമികളായ മുഹദ്ദിസുകളും തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളും അമൽ ചെയ്യുകയും സഹീഹായി കണ്ട് അമൽ ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു ഹദീസാണിത്. കള്ള ഹദീസാ? പിന്നെ ഇവിടെ പ്രസംഗിച്ച കരിമ്പിലാക്കല് ഇതിനൊരു മറുപടി പറയുന്നുണ്ട്. ഹദീസ് കാണുമ്പോ അങ്ങനെ ഒരുപാട് ഹദീസുണ്ട്, പക്ഷേ ഹദീസിന്റെ നിദാന ശാസ്ത്രം പഠിക്കണം. അപ്പൊ എന്തോ ഒരു ചക്കര അതിന്റെ പിന്നാലുണ്ട് എന്ന് സാധാരണക്കാരോട് ഓർമ്മ തോന്നിപ്പിച്ചു കണ്ട് പിന്നെ അയാൾ പ്രസംഗത്തിന് വഴിമാറുക. എന്ത് ഹദീസ് നിദാന ശാസ്ത്രമാണോ നീ പഠിച്ചിട്ടുള്ളത്? ഏതു ഹദീസിന്റെ നിദാന ശാസ്ത്രമനുസരിച്ചാണ് ഈ ഹദീസ് ദുർബലമാണെന്ന് വെക്കാൻ നിങ്ങളുടെ ആധാരം എന്താണ്? അപ്പോ യാ അക്റമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദഹുലൂലിൽ ഹാദിസ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംതു മിനൽ അദാ എന്നിങ്ങനെ പറയുന്ന റസൂലിനോട് സങ്കടം പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ തൗഹീദിന് എതിരല്ല. അത് പ്രവാചകന്റെ പാഠത്തിലുള്ളതാണ്. ഈ അടുത്തൊരു പ്രസംഗത്തിൽ ഈ ഉള്ളവൻ പറഞ്ഞു, രണ്ടാം ആകാശത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്ന ഈസാ നബി അലൈഹിസ്സലാം ഇനി ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചെയ്യുന്ന പ്രഥമ ചെയ്തി അല്ലാഹുവിന്റെ റസൂല് ഹബീബായ റസൂലിന്റെ ഖബറിൽ ചെന്നിട്ട് മുഹമ്മദ് നബിയെ എന്ന് അഭിസംബോധനം ചെയ്യുമ്പോ
ലഉജീബന്നഹു, ഞാൻ മുഹമ്മദ് നബി പറയാണ്, റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ തേട്ടത്തിന് ഞാൻ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. ഇതാരാ പറയുന്നത്? ഈസാ നബി ആരോടാ പറയുന്നത്? മുഹമ്മദ് നബിയോട്. ആരാ ഉത്തരം ചെയ്യുന്നത്? ഈസാ നബിക്ക്. എവിടുന്നാ ഉത്തരം ചെയ്യുന്നത്? ഖബറിന്റെ ഉള്ളിൽ നിന്ന്. ഇതാരാ പഠിപ്പിച്ചത്? പുണ്യനബി. അപ്പൊ ഈസാ നബി ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യണ സമയത്തെങ്ങാനും വഹാബികളുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാന്നറിയാം? അവർക്ക് ഭരണകൂടത്തിന്റെ ഒക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന? ഈസാ നബിനെ വെട്ടിക്കൊല്ലും അവര്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കാരണം ഇത് പറയാനാണോ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നത്? ഈ ഖബറിനെ പോയിട്ട് പറയാനാണോ? ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ഇത്രയും ഫസാദ് ഉണ്ടാക്കിയതിനെതിരാണല്ലോ ഈസാ നബി ചെയ്യുന്നത്. ഇത് ഞാൻ പ്രസംഗിച്ച ഒരു സ്ഥലത്ത്. അപ്പൊ അതിന് മറുപടി വന്നു. ജിന്നി വിഭാഗം മുജാഹിദിന്റെ നേതാവാണ് മറുപടിക്ക് വന്നത്. അയാൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു അത് നൗഷാദ് ഹസന്റെ ഹദീസല്ലേ. നൗഷാദ് ഹസനെയോ അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഞങ്ങൾ മിന്നാന്ന് പെരിന്തൽമണ്ണ മുഖാമുഖം നടത്തി. അപ്പോ ഒരു സുഹൃത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ മുജാഹിദിന്റെ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്? അയാൾ പറയില്ല. മുജാഹിദ് ഏതാന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത വിധം അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. മുജാഹിദ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാൽ മറുപടിക്ക് പോകാനും കഴിയാത്ത ആൾക്കാർ. എവിടെങ്കിലും ഒന്ന് ഷു എന്ന് കേൾക്കുമ്പോഴത്തിന് പരിപാടി വെച്ച് നടന്നിരുന്ന ആളുകൾ ഇപ്പോ ഏത് മാളത്തിലാ ഒളിച്ചത് എന്ന് അന്വേഷിച്ചാൽ ഒരു പിടുത്തമില്ലാത്ത അവസ്ഥ. മുജാഹിദിനും മറുപടിക്ക് പോകില്ല, ജമാഅത്തിനും മറുപടിക്ക് പോകില്ല, തബ്ലീഗിനും പോകില്ല. അല്ലേ? എന്തായിക്കോട്ടെ, നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രണ്ടാമതായിട്ട് അയാൾ പറഞ്ഞു, അത് ഈസാ നബി മുഅ്ജിസത്തുള്ള ആളാണ്, മുഹമ്മദ് നബി മുഅ്ജിസത്തുള്ള ആളാണ്. മുഅ്ജിസത്തുള്ള ആൾക്കാർ ചെയ്യണതൊക്കെ പാടപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ അവിടെ മറുപടിക്ക് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നൗഷാദ് ഹസന്റെ ഹദീസല്ലേ. ഞാൻ ആ ഹദീസ് 2000 ഞാൻ ആ ഹദീസ് ആദ്യമായിട്ട് കേൾക്കുന്നത് 2002-ലാണ്. അത് എന്റെ പിതാവിൽ നിന്നാണ് കേൾക്കുന്നത്. അത് ഒരു മുജാഹിദിന്റെ ചോദ്യത്തിന് എന്റെ ബാപ്പ നൽകിയ മറുപടിയിൽ നിന്നാണ് ഞാനത് കേൾക്കുന്നത്. അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാ, 10-13 കൊല്ലം മുമ്പാ. രണ്ടാമത് ഞാൻ പറഞ്ഞു, മുഹമ്മദ് നബിക്ക് മുഅ്ജിസത്തുണ്ട് എന്നല്ലേ അയാൾ പറഞ്ഞത്? ആഹാ, എന്താ വഹാബിയുടെ വാദം? മരിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നല്ലേ? മരിച്ചാൽ പിന്നെ റസൂല് കാണില്ല, കേൾക്കില്ല, അറിയില്ല, ഒന്നുമില്ല. അല്ലേ? ആ സീഡിക്കാരൻ അതിൽ പ്രസംഗിക്കുന്നുണ്ട്, പുനർജീവിതം, പുനർജന്മത്തിന്റെ ഖിയാമത്ത് നാൾ വരേക്കും പിന്നീട് അവർക്ക് ബർസഖാണ്, മറയാണുള്ളത്. ആ മറ, ആ കർട്ടൻ അതിന്റെ ഇടയിലുണ്ടായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ബന്ധമില്ല, അവിടുന്ന് ഇങ്ങോട്ടും ബന്ധമില്ല എന്ന് പ്രസംഗിച്ച അതേ ടീമിന്റെ മറ്റൊരാൾ പറയുന്നു, മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്താണത്. അപ്പൊ മരിച്ചതിന് ശേഷം മുഅ്ജിസത്ത് മുറിയല്ലേ? നിങ്ങളും നിങ്ങളെപ്പോലത്ത വേറെ ചില ആളുകളും പറഞ്ഞതെന്താണ്? മരിച്ചോടുകൂടി പ്രവാചകന്റെ മുഅ്ജിസത്ത് മുറിഞ്ഞിരിക്കുന്നു എന്നല്ലേ? ഉത്തരം മുട്ടിയപ്പോ മുറിഞ്ഞിട്ടില്ല. ഇതിലേതാ ശരി? അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്നുകൂടി പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി. പിന്നീട് ഭരണം നടത്തിയത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഹിജറ 13 അവസാനത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണസാരഥ്യം ആരംഭിക്കുകയാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിൽ വരൾച്ചയുണ്ടായി. കൊടും വരൾച്ച. കുടിക്കാൻ, കുളിക്കാൻ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ജലമില്ലാത്ത അവസ്ഥ. വറ്റിവരണ്ട ആ അവസ്ഥയിൽ ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബി അള്ളാന്റെ റസൂലിന്റെ ഖബറിൽ വരികയാണ്. എന്നിട്ട് റസൂലിനോട് പറയാണ്,
ഇസ്തസ്കി ലി ഉമ്മതിക യാ റസൂലല്ലാഹ് ഫഇന്നഹും ഖദ് ഹലകൂ. അല്ലയോ റസൂലേ, അങ്ങയുടെ ഉമ്മത്ത് വലിയ നാശത്തിലാണ്, അങ്ങ് അല്ലാഹുവോട് മഴ ചോദിക്കണം റസൂലേ. ദാരാ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി എന്ന സഹാബിയാണിത് ചെയ്തത് എന്ന് ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചുകൊണ്ടത് അംഗീകരിക്കുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. ഇനി മറ്റൊരു സഹീഹായ സംഭവം ഞാൻ പറയാം. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ? സഹാബിയാണെന്ന് മാത്രമല്ല, അൻസാരികളുടെ കൂട്ടത്തിൽ ഹിജ്റ നുബുവത്തിന്റെ 13-ാം വർഷം അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റ പോയപ്പോ മദീനയിൽ ദിവസങ്ങളോളം അള്ളാഹുവിന്റെ റസൂൽ താമസിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ആരുടെ വീടാ? അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീടല്ലേ? അബൂ അയ്യൂബ് അൽ അൻസാരിയല്ലേ സഹായം ചെയ്തു കൊടുത്തത്? ആ അൻസാരിയായ അബൂ അയ്യൂബ് അൽ അൻസാരി ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലത്തിനു ശേഷം മദീനയുടെ ഗവർണറായ മർവാൻ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ എന്താ ചെയ്തത്? മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെല്ലുകയാണ്. ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് ബാക്കിൽ നിന്ന് ഒരാള് കോളർ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. അത്തദ്രീ മാ തസ്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ പിടിച്ചതാരാ? മർവാൻ എന്ന ഭരണാധികാരിയാ. ആ സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി പറഞ്ഞ മറുപടി എന്താ? മുഅ്മിനെ ചിന്തിക്കുക, പ്രാസംഗികരെ ആലോചിക്കുക, വഴിതെറ്റിക്കുന്നവരെ കേൾക്കുക. എന്താണ് അബൂ അയ്യൂബ് അൽ അൻസാരി പറഞ്ഞത്? റളിയല്ലാഹു അൻഹു ഫഖാല, ആ സ്വഹാബി പറയുകയാണ്, ജിഅ്തു റസൂലല്ലാഹ്, ഞാൻ റസൂലിന്റെ അടുക്കലാ വന്നത്. റസൂലുള്ള ഖബറിലാണ്. വലം ആത്തിൽ ഹജറ, ഈ ഖബർമത്തെ കല്ലുമ്മക്കല്ല ഞാൻ വന്നത്. ഞാൻ ഈ കല്ലുമ്മക്കല്ല വന്നത്. പിന്നെയോ ഞാൻ വന്നത് റസൂലിന്റെ അടുക്കലാ. എന്നിട്ട് പറയാം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തബ്കു അലദ്ദീൻ ഇദാ വലിയഹു അഹ്ലുഹു വലാകിൻ ബകു അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി. നിങ്ങൾ കരയണം, പരിശുദ്ധ മതത്തെ അനർഹർ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കരഞ്ഞോളൂ എന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് ഞാൻ കരയുകയാണ്. വാളിഅൻ വജ്ഹഹു അലൽ ഖബരി, മുഖം റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അബൂ അയ്യൂബ് അൽ അൻസാരി കരയുന്നത്. ഹാദാ ഹദീസുൻ സഹീഹൻ. നീ കള്ള ഹദീസ് എന്ന് പറയണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവര് കാഫിറാ? ഈ സ്വഹാബി നരകത്തിലാ? ആലോചിക്കേണ്ടത്. ഇനി അവരൊക്കെ നരകത്തിലാണെന്ന് സങ്കല്പിച്ചോളൂ. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ആ നരകത്തിൽ നമുക്കും കിടക്കാം. പക്ഷേ ആ പറയുന്ന നരകം സ്വർഗമായിരിക്കും. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നുള്ള വിഷയങ്ങൾ എന്താണ്? ചില ആയത്തുകളുടെ ദുർവ്യാഖ്യാനങ്ങളാണ്. അതിൽപ്പെട്ട ഏറ്റവും അധികം നമ്മുടെ നാട്ടുംപുറങ്ങളിൽ, കേരളത്തിന്റെ കവലകളിൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പവിത്രമായ ഒരു ആയത്ത് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്താണ്. ഏതാണ് ആ ആയത്ത്? അല്ലാഹു പറയാണ്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും
വലോ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വമാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരോട് ഇവിടെ പ്രസംഗിച്ച ആൾ അർത്ഥം വെച്ചതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ആ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ കേൾക്കൂല. കേൾക്കാൻ അവരെ കൊണ്ട് കഴിയൂല. ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. പരലോകത്ത് നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കെന്ന പണി അവർ തല്ലിപ്പറയും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ആയത്ത് എന്തിനാ അല്ലാഹു ഇറക്കിയത്? ഈ ആയത്ത് എന്തിനാ അല്ലാഹു ഇറക്കിയത്? മക്കയിലും പരിസരത്തും വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. ആ ആളുകളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ വേണ്ടി പടച്ചോൻ ചോദിച്ചൊരു ചോദ്യ, അവരോട് നിങ്ങൾ ദുആർക്കുകയാണെങ്കിൽ ആ ദുആ കല്ലല്ലേ, കൊത്തിവെച്ച കല്ലല്ലേ? ആ കല്ലിനെ പറ്റി അല്ല ചോദിക്കുക. മറ്റൊരു ആയത്തിൽ അലഹും അർജുലുൻ യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ അം ലഹും അഅ്യുനുൻ യുബ്സിറൂന ബിഹാ അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ. അല്ലേ? ആ കല്ലുകൾക്ക് കണ്ണുകളുണ്ടോ കാണാൻ? ആ കല്ലുകൾക്ക് കാലുകളുണ്ടോ നടക്കാൻ? ആ കല്ലുകൾക്ക് കൈകളുണ്ടോ പിടിക്കാൻ? ആ കല്ലുകൾക്ക് കാതുകളുണ്ടോ കേൾക്കാൻ? ഇതൊക്കെ പടച്ചോൻ ചോദിക്കുന്നത് കല്ലിനെ പറ്റിയാ. കൊത്തിവെച്ച കല്ലുകളെ പൂജിക്കുന്ന ആരാധകരോട് അവരുടെ ആ വൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബുദ്ധിപരമായ ചോദ്യം അല്ലേ? ആ ചോദ്യം ഇത് ആ ആയത്ത് ക്രിസ്ത്യാനികളെ പറ്റി ക്രിസ്ത്യാനികളോട് ആയത്ത് ഓതി കൊടുക്കാൻ പറ്റൂ? ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരാ. യേശുക്രിസ്തു എന്നവര് പറയുന്നത് നമ്മൾ പറയുന്ന ഈസാ നബിയാണ്. നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾ ആരാധിക്കുന്ന ഈസാ നബിക്ക് കണ്ണുണ്ടോ? നിങ്ങൾ ആരാധിക്കുന്ന ഈസാ നബിക്ക് കൈയുണ്ടോ? നിങ്ങൾ ആരാധിക്കുന്ന ഈസാ നബിക്ക് കാലുണ്ടോ? അപ്പോ ഈസാ നബിക്ക് കണ്ണുമില്ല, കാതുമില്ല, കയ്യുമില്ല, കാലുമില്ല. പിന്നെന്താ ഈസാ നബി? ഈ ആയത്ത് അവരോട് ഓതി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇതുപോലുള്ള ആയത്തുകൾ ബിംബങ്ങളെ ആരാധിക്കുന്നവരെ ആശയപരമായി പ്രതിരോധിക്കാൻ വേണ്ടി റബ്ബ് തആല ഇറക്കിയ ആയത്ത്. എന്നിട്ട് ആ അർത്ഥം പൊതുജനത്തെ കബളിപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കൾ എന്ന് ഇവിടെ പ്രസംഗിച്ച ആ മാന്യദേഹം അർത്ഥം വെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അടിസ്ഥാനം പറയണം. അതിനവര് പറയും തഫ്സീറുൽ ഖുർത്തുബിയിലുണ്ട് എന്ന് പറയും. തഫ്സീറുൽ ഖുർത്തുബിയിലല്ല, ലോകത്ത് ഒരു കിതാബിലുമില്ല. തഫ്സീറുൽ ഖുർത്തുബിയിൽ പറഞ്ഞതെന്താണ്? ഈ ആയത്തിൽ 3 വാക്യങ്ങളുണ്ട്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദുആർക്കുകയാണെങ്കിൽ ആ ദുആ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. അത് 2ാമത്തെ വാക്യ. ഇത് രണ്ടും ബിംബങ്ങൾക്കു മാത്രമാണ് ബാധകം എന്നതിൽ സകല മുഫസ്സിരീങ്ങളും ഏകോപിച്ചിരിക്കുന്നു. ഇനി വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പരലോകത്ത് ശിർക്കിനെ തള്ളിപ്പറയും എന്ന 3ാം വാചകം. ആ വാചകത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക? ബിംബങ്ങളാണെങ്കിൽ അവരുടെ ചോദ്യം വരും, ബിംബത്തിന് എങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിന് തഫ്സീറുൽ ഖുർത്തുബി മറുപടി പറഞ്ഞു. അത് പരലോകത്ത് അല്ലാഹു തആല ബിംബങ്ങളാകുന്ന കല്ലുകൾക്ക് ജീവനിട്ട് കൊടുക്കും. അതൊരു മറുപടിയാ. 2ാമത്തെ മറുപടി, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട പൂജിക്കപ്പെട്ട ദൈവങ്ങളാക്കപ്പെട്ട മലക്കുകൾ, അമ്പിയാക്കൾ, പിശാചുക്കൾ തുടങ്ങിയവരെ പറ്റിയാണ് ആ പറഞ്ഞത് എന്ന് വെക്കാമല്ലോ. ഈ 2 മറുപടിയും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും എന്ന അൽ ജുംലത്തു സാലിസ 3ാമത്തെ വാക്യത്തിനു മാത്രം ബാധകമായ ഒരു തഫ്സീറിന്, ഒരു വിശദീകരണത്തെ
കേൾക്കൂല, ഉത്തരം ചെയ്യൂല എന്നിടത്തേക്ക് കോട്ടിമാറ്റിയത് ആരാണ്? ആരാണ് കോട്ടിമാറ്റിയത്? ഒരു മുഫസ്സിറിന്റെ വിശദീകരണം ആ മുഫസ്സിർ മനസ്സിൽ ഉദ്ദേശിക്കാത്ത മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ചത് ആരാണ്? വളരെ മോശമായിപ്പോയി. ഇവിടെ പ്രസംഗിച്ച ആ സഹോദരൻ നടത്തിയ അട്ടിമറി അല്ലാഹു തആല സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള കോട്ടിമാറ്റലുകളിൽ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും അത്തരം പ്രാസംഗികർ അല്ലാഹു തആല ഹിദായത്തിലാക്കി മാറട്ടെ എന്ന് ദുആ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ എത്ര ആയത്തുണ്ട് ഖുർആനിൽ പറയാ. എന്താ പറയുന്നത്? ബിംബങ്ങളെ പൂജിച്ചിരുന്ന മുശ്രിക്കുകളുടെ ചെയ്തികൾ എതിർക്കാൻ വേണ്ടി ഖുർആനിൽ പറഞ്ഞ 1-2 ആയത്ത് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. നല്ലോണം ശ്രദ്ധിക്കണം. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ലാ യസ്മഉ വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ. നബിയെ, നിങ്ങൾ അവരെ എന്ന് പറഞ്ഞാലും ബിംബങ്ങളെ പറ്റി സാഹിത്യപരമായിട്ട് പറഞ്ഞതാണത്. ആ ബിംബങ്ങളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ താങ്കളെ തുറിച്ച് ഇങ്ങോട്ട് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. കാരണം കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും. പക്ഷേ വഹും ലാ യുബ്സിറൂൻ, കാഴ്ചല്ല. ഇതൊക്കെ ആരെ പറ്റി പറഞ്ഞതാ? മരിച്ച മഹാത്മാക്കളെ പറ്റിയാണോ? എന്നാൽ മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന മഹാത്മാക്കളെ അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് നോക്കാൻ പോയോ? നോക്കാൻ പോയപ്പോ അവരിങ്ങനെ തുറിച്ചു നോക്കിയോ? ഈ ആയത്ത് വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇങ്ങനെയുള്ള ആയത്തുകൾ മറ്റൊരു ആയത്ത് കൂടി കേൾക്കുക. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസ്ബു ജഹന്നമ അൻതും ലഹാ വാരിദൂന ലൗ കാന ഹൗലാഇ ആലിഹതം മാ വറദൂഹാ വകുല്ലും ഫീഹാ ഖാലിദൂൻ. അവർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കൾ നരകത്തിന്റെ വിറകുകളാണ്. മരിച്ചുപോയ മഹാത്മാക്കളെ പറ്റിയാണ് ആ പറഞ്ഞതെങ്കിൽ അവർ നരകത്തിന്റെ വിറകാകുമോ? ആകുമോ? അപ്പോ ഇത്തരം ആയത്തുകളെ ആ ആയത്തുകളെ കൊണ്ട് പടച്ച റബ്ബ് ഉദ്ദേശിച്ചൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ് എന്ന് തഫ്സീറുകളിൽ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്വീകരിച്ച തന്ത്രം? ഞാൻ ഓർക്കുകയാണ്, ഇവിടെ പ്രസംഗിച്ച അതേ വിദ്വാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ അയാളുടെ പ്രസംഗത്തിന്റെ പ്രാരംഭം മുതൽ നടത്തിയ പ്രധാന പരാമർശം ഓർക്കുകയാണ്. പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും മോശക്കാരാണ്. അത് പറഞ്ഞതാ. അവർ യൽകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നു. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ചെയ്യുന്നത് എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ എന്നയാൾ പ്രസംഗിച്ചു. ഇവിടെ പ്രസംഗിച്ച അതേ വ്യക്തി അവിടെ പ്രസംഗിച്ചു. ഞാൻ അവിടെ മറുപടിക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു, ആ ആയത്തിൽ ഈ ഉമ്മത്തിന്റെ ഉലമാഇനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. ആ ആയത്തിൽ ജൂത ക്രൈസ്തവ പണ്ഡിത പുരോഹിതന്മാരിൽ ഒരുപാട് പേർ, എന്താ ഖുർആൻ പറഞ്ഞത്? ജൂത ക്രൈസ്തവ പണ്ഡിത പുരോഹിതരിൽ ഒരുപാട് പേർ. അത് എന്നിട്ട് നമ്മളെ ഉമ്മത്തിലെ ഉലമാക്കൾക്ക് വെച്ചുകൊടുക്കുക. നോക്കണം, ആയത്ത് അത് ഓതും ചെയ്യാം, പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് അർത്ഥം വെക്കുകയും ചെയ്യാം. എത്ര മോശമാണത്! എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലുള്ള കോട്ടിമാറ്റലുകൾ, ആ കോട്ടിമാറ്റലുകളും ദുർവ്യാഖ്യാനങ്ങളുമാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എത്ര നോട്ടീസുകളാണ് ഇറക്കുന്നത്? അതിൽപ്പെട്ട ഒരു നോട്ടീസാണ് എന്ത്? ഈ നോട്ടീസ് പ്രവാചക സ്നേഹം വിശ്വാസിയുടെ ബാധ്യത എന്ന് പറഞ്ഞൊരു അത്ഭുത ചിഹ്നം. അത്ഭുതപ്പെടണേന്ന് അതിന്റെ അർത്ഥം. പ്രവാചക സ്നേഹം വിശ്വാസിയുടെ ബാധ്യത. അത്ഭുതം. ഒരത്ഭുതവും ഇല്ല അതില്. ഞങ്ങൾക്ക് പറയാനുള്ളത് അതാ, അത്ഭുതമില്ല. എന്നിട്ട് ഇതിന്റെ അവസാനം എഴുതിയതെന്താ? ഇതിന്റെ അവസാനം എഴുതിയത്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകൾ യഥാവിധി പിന്തുടരലാണ് പ്രവാചക സ്നേഹം. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കണം. നോമ്പ് നോൽക്കാൻ പറഞ്ഞു, നോൽക്കണം. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ചെയ്യണം. സലാം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു, ചൊല്ലണം. കുടുംബബന്ധം പുലർത്താൻ പറഞ്ഞു, പുലർത്തണം. അതാണ് പ്രവാചക സ്നേഹം. അതിനപ്പുറം പ്രവാചകനെ വാഴ്ത്തുക, പ്രവാചകന്റെ ജന്മദിനത്തിന് സവിശേഷത കൊടുക്കുക, ഇങ്ങനൊരു പ്രവാചക സ്നേഹം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനവർക്ക് ഒരുപാട് ന്യായങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല, സമയത്തിന്റെ കുറവ് കാരണം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ വാഴ്ത്തുക എന്ന ഒരു പരിപാടി പ്രവാചക സ്നേഹമല്ലേ? അല്ലേ? ഞാനൊരു ഇബാറത്ത് നിങ്ങൾക്ക് വായിച്ചു തരാം. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശുഅബുൽ ഈമാൻ ഹദീസിന്റെ കിതാബാണല്ലോ, അംഗീകരിക്കപ്പെടാമല്ലോ, അവലംബിക്കപ്പെടുന്ന ഗ്രന്ഥമാണല്ലോ. അതിൽ പറയാ ഖാലൽ ഹലീമി റഹിമഹുല്ലാഹ്, ഇമാം ഹലീമി പറഞ്ഞു, വഅസ്ലു ഹാദൽ ബാബി അൻ യഖിഫ അലാ മദാഇഹി റസൂലില്ലാഹ്, പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങൾക്കുമേൽ നിലകൊള്ളലാണ്. എന്താ പറഞ്ഞത്? പ്രവാചക ചര്യ പിൻപറ്റൽ എന്നല്ല, പ്രവാചകന്റെ അപദാനങ്ങൾ എന്തൊക്കെ അത് മനസ്സിലാക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, വമദാഇഹു റസൂലില്ലാഹി കസീറ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ ധാരാളമാണ്. മിൻഹ, അതിൽപ്പെട്ടതാണ് ഒന്നാമത്തത് ശറഫു അസ്ലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കടന്നുവരവാകുന്ന ആ അടിത്തറ മഹത്തായതാണ്. അതാ മങ്കൂസ് മൗലിദ് ഒന്നാമത്തെ വരി പറഞ്ഞത്, അത് കെട്ടുകഥയല്ല. 2 വതഹാറത്തു മൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം പരിശുദ്ധമാണ്. എന്താ ജന്മം പരിശുദ്ധമാണെന്ന് നമ്മൾ പറയാൻ കാരണം? ഖുർആൻ അതിന് സാക്ഷിയാണ്. സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകളിൽപ്പെട്ട ഒരു ആയത്തുണ്ട്. ഏതാണ് ആ ആയത്ത്? മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, വിമർശകർ ചിന്തിക്കണം, പരിഹസിക്കുന്നവർ ആലോചിക്കണം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് റസൂൽ വന്നു. ഈ ആയത്തിന് അല്ലാഹു തആല 2 നിലക്കിറക്കി. ഒന്ന്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. 2, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. ഒന്ന് ലമ്മാണ്, ഒന്ന് ഫതഹാണ്. എന്താ മിൻ അൻഫുസികും എന്ന് പറഞ്ഞാൽ? നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായ പരിശുദ്ധരിൽ നിന്ന് റസൂല് വന്നു. എന്താ പരിശുദ്ധരിൽ നിന്ന് റസൂല് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മിയുമായിട്ട് റസൂല് ഖദീജ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീറിൽ ഉദ്ധരിക്കുന്നു. മുസന്നഫ് അബ്ദുർ റസാഖിൽ കാണാം, മറ്റ് തഫ്സീറുകളിൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താ? ലം യുസിബുഹു ഷൈഉൻ മിൻ വിലാദത്തിൽ ജാഹിലിയ്യ. അതാ അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവം അതിമഹത്താണ് എന്നതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവത്തിൽ അന്ധകാരത്തിന്റെ ഒരംശവുമില്ല. എന്റെയും നിങ്ങളുടെയും ജന്മത്തിൽ എന്തെല്ലാം ഉണ്ടാകും? നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ അവരുടെ കണ്ണുകളെ കൊണ്ട്, കാതുകളെ കൊണ്ട്, കൽബുകളെ കൊണ്ട്, കാലുകളെ കൊണ്ട് എന്തെല്ലാം വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടാകും, ചിന്തിച്ചിട്ടുണ്ടാകും. അതിന്റെ ബാക്കിപത്രമായ ഉൽപ്പന്നമായിരിക്കില്ലേ നമ്മളൊക്കെ?
അതുപോലെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം. ലം യുസിബുഹു ശൈഉം മിൻ വിലാദത്തിൽ ജാഹിലിയ്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവം പരിശുദ്ധമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾക്ക് റസൂല് വന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ജന്മത്തിലൂടെ റസൂല് വന്നു. അപ്പൊ ആ ജന്മത്തിന് പരിശുദ്ധിയുണ്ട്, ആ ജന്മത്തിന് പവിത്രതയുണ്ട്, ആ ജന്മത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകതയെക്കുറിച്ച് റസൂലിനോട് ചോദിച്ചപ്പോൾ സഹാബത്തിനോട് നബി മറുപടി കൊടുത്തു, ഫീഹി യൗമുൻ ഉലിത്തു ഫീഹി, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് സഹാബികളെ. അപ്പൊ നബിയുടെ ജന്മം കൊണ്ട് ഒരു ദിനത്തിന്റെ സവിശേഷത ആർജിക്കാൻ കാരണമായി എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അത്രയും മഹത്വമുള്ള ലോകസംഭവം ഖുർആനും ഹദീസും അത് ശരിവെച്ചു. ഇനി ചരിത്രപരമായ പരാമർശങ്ങളും പക്ഷേ മുജാഹിദുകൾക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ നബിദിനമാഘോഷം ബിദ്അത്താണെന്ന് പറയാൻ കാരണം. ഈ അടുത്ത് ജിന്ന വിഭാഗം മുജാഹിദുകൾ ഞങ്ങൾക്ക് ഒരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിലുള്ള പരാമർശം 5 പേജുള്ള കത്തിൽ ഒരു വരി ഞാൻ പറയാം. എന്താ പറഞ്ഞത്? നബിയോ സഹാബികളോ 4 ഇമാമിയങ്ങളോ നബിദിന അത് ബിദ്അത്താകുന്നു. അവരെ വിചാരത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. നമ്മളെ വാദെന്താ? നബിദിനാഘോഷം ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ ഇതിരല്ലാത്തതിനാൽ നബിദിനാഘോഷം പുണ്യകർമ്മമാണെന്ന് 2 വിഭാഗവും സമ്മതിക്കുന്ന ഇമാമിയങ്ങൾ തെളിയിച്ചതിനാൽ അത് ബിദ്അത്തല്ല എന്നു മാത്രമല്ല, നിങ്ങളുടെ ഗ്രന്ഥമായ അൽ ഇർഷാദും അൽ മുർഷിദും നബിദിനാഘോഷം പുണ്യ ആഘോഷമാണ് എന്ന് സ്ഥാപിച്ചിരിക്കുന്നു. അതിനാലും അത് ബിദ്അത്തല്ല. ഞങ്ങളെ വാദം. വാദം ഞമ്മക്ക് എഴുതാൻ അറിയില്ല എന്നാ അവരെ വിചാരം. നടക്കും. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നെ ചില ചോദ്യങ്ങളാണ്. ഇത് അവർ ചെയ്തിട്ടുണ്ടോ, ഇവർ ചെയ്തിട്ടുണ്ടോ? ആ ചോദ്യത്തിന് ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, സുന്നിയാളെ കൊഞ്ഞനം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, മയ്യത്തിനെ, ഒരു നാട്ടിലൊരാൾ മരിച്ചാൽ ആ മയ്യത്തിനെ ഖബറിൽ മറമാടിയതുപോലെ സുന്നികളുടെ ആചാരമായ തൽഖീൻ എന്ന് പറഞ്ഞ ആചാരത്തെയും ഞങ്ങൾ ഇതാ മറമാടിയിരിക്കുന്നു. പകരം ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു. ആരാ പറയാറുള്ളത്? വഹാബികളാ പറയാറുള്ളത്. പക്ഷേ ഈ 2015 ജനുവരി മാസം കേരളം പുതിയ ഒരു വാദത്തിന് സാക്ഷിയായിരിക്കുന്നു. ഏതാണ് ആ വാദം? മുജാഹിദുകൾ നടത്തുന്ന തസ്ബീഹ് എന്ന് പറയുന്ന ആ പണി ഹറാമാണ്, തെറ്റാണ്, നരകത്തിലേക്കുള്ള പ്രയാണമാണ് എന്ന് ഹുസൈൻ സലഫിയുടെ പ്രമുഖ, അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട പ്രമുഖ പ്രഭാഷകൻ നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് മുമ്പിൽ മറുപടി പ്രസംഗിക്കുന്നു. ചോദിച്ചു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബ്റ അൻ ജംബൈ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസഅ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നിങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവരിങ്ങനെ ഏറ്റുപറയുന്ന സമ്പ്രദായം സുന്നികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. കാരണം സുന്നത്ത് ജമാഅത്ത് പറയുന്നത് എന്താ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് അവസരോചിതമായി, സന്ദർഭോചിതമായി, സന്ദർഭത്തിനനുസരിച്ച് ആ മയ്യത്തിന്റെ അവസ്ഥക്കനുസരിച്ച് ആവശ്യമായ പ്രാർത്ഥനകൾ മരണം മുതൽ ഖിയാമത്ത് നാൾ വരെ നടത്തിക്കൊണ്ടിരിക്കണം ജീവിച്ചിരിപ്പുള്ളവർ സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണം. അതുകൊണ്ട് നമുക്കത് തെറ്റില്ല. പക്ഷെ ഞങ്ങളെ ചോദ്യം മുജാഹിദിനോടായിരുന്നു. മൂടുകല്ല് വെച്ചതിന് ശേഷം, മീസാൻ കല്ല് വെക്കുന്നതിന് മുമ്പായി, ശ്രദ്ധിക്കണേ, മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന് മുമ്പായി
ഇങ്ങനെ ഒരു ആചാരം നബി ചെയ്തിട്ടുണ്ടോ? അതിന്റെ പിറകിലുള്ളവർ ചെയ്തോ? പോട്ടെ, മുജാഹിദുകൾ ചെയ്തോ? ഒരു 10-20 കൊല്ലായിരുന്നു മീസാൻ കല്ല് വെച്ച് ഒരു ചാണുയർത്തിയതിനു ശേഷം തൽഖീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ ഏർപ്പാട്. അങ്ങനെ ഏർപ്പാട് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുണ്ട്. അബൂ ഉമാമത്തുൽ ബാഹിലി അത് റിപ്പോർട്ട് ചെയ്തു. ഹദീസ് കള്ള ഹദീസാണെന്ന് പറയാൻ നിൽക്കണ്ട, പറഞ്ഞാ കുടുങ്ങും. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് മകനോട് ചെയ്ത വസിയത്ത് എന്താ? സഹീഹ് മുസ്ലിമിൽ കാണാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫൈദാ അനമിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പിറകിൽ പൊട്ടിയാർക്കുന്ന പെണ്ണുങ്ങൾ വരാൻ പാടില്ല, എന്റെ പിറകിലൂടെ തീ ആളിക്കത്തിക്കാൻ പാടില്ല, എന്നെ വഇദാ ദഫൻതുമൂനി, എന്നെ നിങ്ങൾ മറമാടിക്കഴിഞ്ഞാൽ ഫഅഖീമു ഹൗല ഖബരി, എന്റെ ഖബറിന്റെ ചുറ്റിലും നിങ്ങൾ നിൽക്കണേ. എത്ര സമയം? ഖദറ മാ യുൻഹറുൽ ജസൂറു വയുഖ്സമ ലഹ്മുഹാ, ഒട്ടകം അറുക്കപ്പെടുന്ന അത്രയും സമയം, അതിന്റെ മാംസം വിതരണം ചെയ്യപ്പെടുന്ന അത്രയും ടൈം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഹത്താ അസ്തഇനിസ ബിക്കും, ഞാൻ ഖബറിലാണ്, പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്കതൊരു സന്തോഷമാകുമല്ലോ. വഅലമ മാദാ ഉറാജിഉ റുസുല റബ്ബി, മുങ്കർ നക്കീർ അലൈഹിമസ്സലാം വരുമ്പോൾ എന്തു മറുപടി ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റിലും അത്രയും സമയം നിൽക്കണേ. ഈ സ്വഹാബി അന്ധവിശ്വാസിയ? അന്ധവിശ്വാസം എന്നാണ് ഇവർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ സിഹ്ർ ബാധയേറ്റു എന്ന് സഹീഹുൽ ബുഖാരിയിലടക്കമുള്ള എല്ലാ കിതാബുകളിലും മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ച ആശയം. ഇവിടെ പ്രസംഗിച്ച ആൾ പറഞ്ഞാൽ എന്താ അറിയോ? അന്ധവിശ്വാസം. കണ്ണേറ് ബാധിച്ചാൽ കണ്ണേറ് ഏൽപ്പിച്ചവൻ കുളിച്ച വെള്ളത്തിൽ ഇവൻ, കണ്ണേറ് ബാധിച്ചവൻ കുളിച്ച വെള്ളത്തിൽ ഇവനെ കുളിപ്പിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും പ്രസക്തമായ ഹദീസ്. ആ ഹദീസിനെ അന്ധവിശ്വാസം എന്നല്ലേ ഇവിടെ പ്രസംഗിച്ചയാൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ അന്ധവിശ്വാസം. ഒരു ഉദാഹരണം. എന്താ ഉദാഹരണം? ഈ നിൽക്കുന്ന എന്റെ ആരോഗ്യമുള്ള എന്നെ കണ്ടുകൊണ്ട് അതിലൂടെ നടന്നു പോകുന്ന ഒരാൾ പറയാണ്, ഓ കരിമ്പിലാക്കൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. അതോടുകൂടി ഞാനാണ് കൊയഞ്ഞു വീണു. അപ്പൊ ആൾക്കാർ പറഞ്ഞത് ഓന്റെ കണ്ണേറാണ്, നാവേറാണ്. ഇതാണ് അന്ധവിശ്വാസം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. സയ്യിദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഇങ്ങനെ ഒരു പ്രതിവിധിയുണ്ട് എന്നും റസൂല് പഠിപ്പിക്കാൻ. അതൊക്കെ അന്ധവിശ്വാസം. തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രം ദീനിന്റെ പേരിൽ അംഗീകരിക്കുകയും അല്ലാത്തതെല്ലാം. ഇത് ശരിയാണോ സുഹൃത്തുക്കളെ? ഈ നിലപാട് ശരിയാണോ? യഥാർത്ഥത്തിൽ തസ്ബീത്ത് എന്താണ്? തൽഖീൻ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും? ഒരാൾ ഖുർആനിന്റെ ആയത്തുകളെ തവസ്സുലാക്കിക്കൊണ്ട്, റബ്ബേ ഞങ്ങളോദിയ ഈ ആയത്തിനെ ഞങ്ങളിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ സമർപ്പിച്ച ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ മയ്യത്തിന് നീ സ്ഥിരത കൊടുക്കണേ, മയ്യത്തിന് നീ ഉത്തരം കൊടുക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ, മയ്യത്തിന് നീ പൊറുത്തു കൊടുക്കണേ, മയ്യത്തിന് നീ മയ്യത്തിന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്നൊരാൾ ദുആ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ആമീൻ പറയുന്ന ആ സമ്പ്രദായം, അതാണ് തസ്ബീത്ത്. ആ തസ്ബീത്ത് നിങ്ങളെ പൂനൂര് ആരംഭിച്ചതെന്ന ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം ആയ ആളോട് ചോദിച്ചാൽ അയാൾ പറയും എന്റെ കുട്ടിക്കാലത്തുണ്ട് എന്ന് പറയും. എന്നാ നിങ്ങളെ വാപ്പാന്റെ കുട്ടിക്കാലത്തുണ്ടോ? അന്നുണ്ട്. അയാളെ വാപ്പാന്റെ കുട്ടിക്കാലത്തുണ്ടോ? അന്നുണ്ട്. അതാണ് തസ്ബീത്ത്.
അപ്പൊ ഈ വിഷയമൊക്കെ വെച്ച് നമ്മളവിടെ പ്രസംഗിച്ചു. അതിന് മറുപടിക്ക് വന്ന ആള് ആദ്യം പറഞ്ഞു തസ്ബീത്ത് ഹറാമാണ്, ഞങ്ങൾ ചെല്ലുന്ന തസ്ബീത്ത് ഹറാമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഈ നാട്ടിലുള്ള ജിന്നി വിഭാഗം മുജാഹിദുകൾ ഇനി ഒരാൾ മരിച്ചാൽ തസ്ബീത്ത് ചൊല്ലാൻ പാടില്ല. ഇത് അനുയായികൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ വന്ന മറുപടിയിൽ പറഞ്ഞു, അത് പൊതുവായിട്ട് മയ്യിത്തിന് വേണ്ടി ദുആർക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് പൊതുവായിട്ട് മയ്യിത്തിന് വേണ്ടി ദുആർക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞ സ്ഥിതിക്ക് ആ തസ്ബീത്തിന് കുഴപ്പമില്ല. ഇതന്നല്ലേ നമ്മളും പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ മദ്ഹിനെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ മരിച്ചുപോയ ഖദീജ ബീവിയുടെ സ്മരണാർത്ഥം അവിടത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആടിനെ അറുക്കുമ്പോൾ അതിന്റെ മാംസം വിതരണം ചെയ്തു. ഇങ്ങനെ പൊതുവായി പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നബിദിനമാഘോഷം അത് ഇസ്ലാമികമായി തെളിയിക്കപ്പെട്ട ആശയമാണെന്ന് ഇമാമുകൾ നമ്മെ പഠിപ്പിച്ചു. അവരുടെ കിതാബുകളിലെല്ലാം പഠിപ്പിച്ചു. അത് മതി. പിന്നെ ഒരു ചോദ്യം, അത് ഫാത്തിമ ബീവി ചെയ്തു എന്നൊരു അറബിയിലെ ഒരു ഉദ്ധരണി കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം, എന്താണ് ഇത്? ഇസ്ലാമിക കർമ്മപാഠങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് കേരള നദ്വത്തുൽ മുജാഹിദീൻ എഡ്യൂക്കേഷൻ ബോർഡ്, ഇതിന്റെ 41ാമത്തെ പേജ്. ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 9 ചോദ്യം തിരിച്ചു വരും. അതിൽപ്പെട്ടൊരു ചോദ്യമാണിത്. എന്താ? പെരുന്നാൾ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഫിത്ർ ദിനത്തിൽ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നത് മുതൽ നമസ്കാരം കഴിയുന്നത് വരെയും ബലിപെരുന്നാളിന് അറഫാ ദിനത്തിന്റെ സുബ്ഹി മുതൽ ദുൽഹിജ്ജ 13 അസർ വരെയുമാണ് സുന്നത്ത്. ഒരു മസ്അല പഠിപ്പിക്കുക കുട്ടിയാക്ക്. എന്നിട്ട് പറയാ, തക്ബീറിന്റെ രൂപത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായി തിരുമേനിയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. എന്താ പറഞ്ഞത്? തക്ബീർ എങ്ങനെ ചെല്ലണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, സകല മുജാഹിദുകളോട് ചോദിക്കട്ടെ, നിഷ്പക്ഷ ബുദ്ധിയ, സ്നേഹബുദ്ധിയ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈദ്ഗാഹുകളിൽ നിങ്ങൾ തക്ബീർ ഒരാൾ ചൊല്ലി ബാക്കിയുള്ളവരെ ഏറ്റു ചൊല്ലുന്നു ഞങ്ങൾ മൈക്കി കൂടി കേൾക്കുന്നുണ്ടല്ലോ. ഇതാര് ചൊല്ലിയതാ? ആ ചെല്ലിയ ആളെ പേരെന്ന് പറ. റസൂലുള്ളാഹി ചൊല്ലിയിട്ടില്ല നിങ്ങൾ ഞാൻ എഴുതിയില്ലേ? പിന്നെന്തിനാ നിങ്ങൾ ചൊല്ലുന്നത്? ഞങ്ങളോട് ഫാത്തിമ ബീവി ചെയ്തോ ആയിഷ ബീവി ചെയ്തോ എന്ന് ചോദിക്കുന്ന നിങ്ങളോടിതാ തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന ഈ അമൽ അവർ ചെയ്തോ? അങ്ങനെ എത്ര ചോദ്യമുണ്ട്? ഇനി വേണമെങ്കിൽ രണ്ടാമതൊരു ചോദ്യം, ജുമഅക്ക് മുമ്പ് നമ്മളെ പള്ളിക്കൊക്കെ നിസ്കരിക്കാറില്ല, സുന്നത്ത് നിസ്കരിക്കാറില്ലേ? ബാങ്ക് കൊടുത്തതിന് ശേഷം ആയിഷ ബീവി ചെയ്തിട്ടുണ്ടോ? സഫിയ ബീവി ചെയ്തോ? സിദ്ദീഖുൽ അക്ബർ ചെയ്തോ? ഉമർ ബിൻ ഖത്താബ് ചെയ്തോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്തോ? ചെയ്തു എന്ന് എവിടെയും കാണുന്നില്ല, നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതിന് തെളിവില്ല എന്ന് പറയാൻ പറ്റും. തെളിവുണ്ട്. ഇമാം നബവി തങ്ങൾ പറയാ, ബൈന കുല്ലി അദാനൈനി ബൈന കുല്ലി സലാത്തൈനി അദാൻ. അല്ല, അങ്ങനെയല്ല. എങ്ങനെയാണ്? ബൈന കുല്ലി അദാനൈനി സലാ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കണം. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൽ വെള്ളിയാഴ്ച ജുമഅയും പെട്ടു. വഖിയാസൻ അല ളുഹ്രി, ളുഹ്റിനോട് താരതമ്യം ചെയ്യുമ്പോഴും ആ മറുപടി കിട്ടും എന്ന് ഇമാം നബവി തങ്ങൾ പറയാം. രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ചോദ്യം, ഈ പുസ്തകത്തിൽ ഇവരൊക്കെ പഠിപ്പിക്കുന്നു നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത്. നമ്മളെ മദ്രസാ പുസ്തകത്തിലുണ്ട്, മുജാഹിദിന്റെ മദ്രസാ പുസ്തകത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുക എന്ന ഒരു പണി ഫാത്തിമ ബീവി ചെയ്തോ? അലിയാർ തങ്ങൾ ചെയ്തോ? ആയിഷ ബീവി ചെയ്തോ? ഉമർ തങ്ങൾ ചെയ്തോ? ചോദ്യങ്ങളാണ് ചോദിക്കട്ടെ, നാട്ടുകാരെ കുഴപ്പാക്കട്ടെ. ഇനി നാളെ മുതൽ പൂനൂരേരൊന്നും പിന്നെ നിയ്യത്ത് വെക്കാൻ നിൽക്കണ്ട, കാരണം ചോദ്യങ്ങളല്ലേ. പക്ഷേ അതിന് മറുപടി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ ഫത്ഹുൽ മുഈനിൽ പറയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ സഹീഹാവാൻ നിയ്യത്ത് വേണം. അത് മതി.
അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫാത്തിമാവി ചെയ്തോ, മറ്റേയാൾ ചെയ്തോ, മറിച്ചാൾ ചെയ്തോ, ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ഹദീസിനെ കൊന്നനം കാണിക്കാൻ പാടില്ല. ഈ കൊന്നനം കാണിക്കുന്ന ഏർപ്പാടാണ് കവലകളായ കവലകൾ തോറും എന്റെ ഈ പ്രിയപ്പെട്ട പ്രഭാഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ ദിവസത്തിലുള്ള തക്ബീറിനെ പറ്റി റസൂലിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല എന്നതിലെഴുതി. പക്ഷെ അതിനെ തൊട്ട് താഴെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാണ്, മറച്ചു വെക്കല്ല. എന്താ പറയുന്നത്? സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ സഹീഹായി വന്നിട്ടുണ്ട്. എന്താ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ അബ്ദുല്ലാഹി ഇബ്നു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ നബി പഠിപ്പിച്ചിട്ട് നബിയിൽ നിന്നൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ 3 സ്വഹാബിമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 3 സ്വഹാബിമാർ അങ്ങനെ പറഞ്ഞുവെന്നത് ഒരു സുന്നിക്കാണെങ്കിൽ പറയാം, ഞമ്മക്കത് തെളിവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെളിവാണ്. പക്ഷേ ഒരു മുജാഹിദിന് അത് തെളിവാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത് മുജാഹിദിന്റെ മറ്റൊരു പുസ്തകം. അത് തെളിവ് പറയുമ്പോൾ ഞങ്ങൾ ഈ പുസ്തകം പൊന്തിക്കും. ഇതാരാ എഴുതിയതെന്നറിയോ? ഇന്ന് ജീവിച്ചിരിപ്പുള്ള 8ഉം 10ഉമായി പിളർന്ന മുജാഹിദുകളല്ല. മുജാഹിദിസം പിളരുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകനായ KP മുഹമ്മദ് ബിൻ അഹ്മദ് ബ്രാക്കറ്റിൽ മർഹൂം, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 90ാമത്തെ പേജ് ഞാൻ ഈ പൂനൂരിൽ വെച്ച് വായിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വഹാബിമാർ തക്ബീർ ചൊല്ലി എന്നത് തെളിവുദ്ധരിക്കാൻ മുജാഹിദിന് പറ്റില്ല. മുജാഹിദിന്റെ അടുക്കൽ സ്വഹാബിമാർക്ക് ഒരു വിലയും നിലയും ഇല്ല എന്ന് അവരുടെ ജീവിച്ചിരിപ്പുള്ള ഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ട്. ഈ പുസ്തകത്തിന്റെ പേര് അത്തവസ്സുൽ എന്നാണ്. ഇതിന് എഴുതിയത് KP മുഹമ്മദ് ബിൻ അഹ്മദാണ്. ഇതിന്റെ പ്രസാദനം നടത്തിയത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. ഏതെങ്കിലും ചപ്പടാച്ചിയല്ല. ഇതിന്റെ 90ാമത്തെ പേജ് എന്താ പറയുന്നത്? ഏതെങ്കിലും സ്വഹാബിയുടെ മാത്രം പ്രവൃത്തിയോ അഭിപ്രായമോ ഇസ്ലാമിൽ തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. എന്താ പറഞ്ഞത്? ഏതെങ്കിലും സ്വഹാബിയുടെ പ്രവൃത്തിയോ അഭിപ്രായമോ ഇസ്ലാമിൽ തെളിവല്ല. ഈ തെളിവല്ല എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദുകൾ പിന്നെ സ്വഹാബി ചെയ്തോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഓരോരുത്തർ അവര് പറയാ തെളിവല്ല. നമ്മളോട് ചോദിക്കാം ആയിഷാബി ചെയ്തോ? ആ നമ്പർ നമ്മളെ മുമ്പിൽ അത് നമ്മളെ മുമ്പിൽ പറ്റാൻ പറ്റില്ല. എന്റെ മുഅ്മിനീങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിന്റെ പ്രവർത്തനം വലിയ തെളിവാ. ഞാനൊരു സ്വഹാബിയുടെ പ്രവർത്തനം പറയാം. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയല്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണെന്നാണ്, ആണോന്നറിയില്ല, ഏതായാലും വലിയ സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ഒരു സംഭവം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ആ സ്വഹാബിയുടെ സംഭവം? ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി തങ്ങൾ പറയാണ്, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് വിദേശ രാജ്യത്തിന്റെ ഭരണം നടത്തിയിരുന്ന ആളാണ്. ആ വിദേശ രാജ്യത്തിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ 7 ദിവസത്തെ വഴിയാത്രയാണ്. ഇന്നത്തെ മാതിരിക്കത്തെ റോക്കറ്റും പ്ലെയിൻ വന്നില്ലല്ലോ. പക്ഷേ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 2 ചില്ലാനം ദിവസം കൊണ്ട് മദീനയിലേക്ക് എത്തി. മദീനയിൽ നിന്ന് 2 ചില്ലാനം ദിവസം കൊണ്ട് ഉമർ ബിൻ ഖത്താബിന്റെ സന്ദേശവുമായിട്ട് വിദേശ രാജ്യത്തേക്ക് എത്തി. അതിനുള്ള കാരണം ഉഖ്ബത്ത് ബിൻ ആമിർ എന്താ പറഞ്ഞത് അറിയോ? ചിന്തിക്കൂ മുഅ്മിനേ. മഹാനവറുകൾ പറയാണ്, ഞാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് റബ്ബിനോട് ദുആർന്നു, വതശഫുഇഹി ബിഹി, നബിയെ കൊണ്ട് ശുപാർശ തേടി.
അതാണ് ഞാൻ അത്രയും പെട്ടെന്ന് ആ നാട്ടിലേക്ക് മദീനയിൽ നിന്ന് നടന്നെത്താൻ കാരണം എന്ന് ഉഖബത്ത് ബിൻ ആമിറിന്റെ സംഭവം. അത് നമുക്ക് തെളിവല്ലേ? അബൂ അയ്യൂബ് അൽ അൻസാരി നബിയുടെ ഖബറിങ്കൽ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ പിറകിൽ നിന്ന് പിടിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച മർവാനിനോട് പറഞ്ഞ മറുപടി എന്താ? ഞാൻ വന്നത് ഈ കല്ലുമ്മക്കല്ല, ഞാൻ വന്നത് റസൂലിന്റെ അടുക്കലാണ്, ഞാൻ ചെയ്യുന്നത് കരയുകയാണ്, ദീൻ അതിന്റെ അനർഹർ കൈകാര്യം ചെയ്യുന്നതിൽ സങ്കടപ്പെടുകയാണ് എന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന സ്വഹാബി. ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബി മഴയ്ക്ക് വേണ്ടി തേടാൻ റസൂലിനോട് സങ്കടം പറയുന്ന സ്വഹാബി. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ട്. ഇതെല്ലാം ഒരു വശത്തുണ്ടായിരിക്കെ പച്ചയായിട്ട് ശിർക്കും കുഫ്റും എന്ന് പറയാം. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് കേട്ടതുകൊണ്ട്, ഇത് കണ്ടതുകൊണ്ട്, ഈ ആരോപണം ഉന്നയിക്കുന്നത് നമ്മുടെ ഇരു കാതുകളിലൂടെയും കേട്ടതുകൊണ്ട് എന്റെ ഈമാൻ പേക്കൂല, നിങ്ങളെ ഈമാനും പേക്കൂല. ലോകത്ത് ഒരാളുടെ ഈമാനും ഈ രൂപത്തിലുള്ള തെളിവുകൾക്ക് മുമ്പിൽ കഴക്കൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് കിട്ടിയ മാർഗം അതെന്താവട്ടെ, സ്ത്രീകളുടെ പള്ളി പോക്കാവട്ടെ, തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണമാവട്ടെ, നിസ്കാരത്തിൽ കയ്യുകെട്ടുന്ന വിഷയമാവട്ടെ, നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയുടെ വിഷയമാവട്ടെ, എന്തോ. ഇപ്പൊ കൂട്ടപ്രാർത്ഥന പറ്റി വലിയ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളാണല്ലോ മെയിൻ. എന്താ ഒരു ചോദ്യം? ഇതൊക്കെ ഒരുപാട് ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഈ സദസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ പറയട്ടോ. നല്ലോണം ശ്രദ്ധിക്കുന്ന ചില സുഹൃത്തുക്കൾ ഈ സദസ്സിലുണ്ട്, ഓരോന്നും ചിന്തിക്കുന്ന ആൾക്കാർ. ഞാൻ പറയട്ടെ, അതിലൊരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഫർദ് നിസ്കാരം നിർബന്ധമാക്കിയതിനു ശേഷം 10 ചില്ലാനം കൊല്ലം, 10-11 വർഷം ജീവിച്ചു. എത്ര നിസ്കാരം നിസ്കരിച്ചു? ആ നിസ്കാരത്തിന്റെ ഏതെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂല് കൂട്ടുപ്രാർത്ഥന നടത്തിയോ എന്നാ ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട്, മറുപടി ഒരുപാട് മറുപടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ നിയ്യത്ത് നിർബന്ധമാണ്. എന്താ തെളിവ്? റസൂലുള്ള നിയ്യത്ത് വെച്ചു എന്ന് ഹദീസിലുണ്ടോ? അതേസമയത്ത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അതായത് തെളിവ്. നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് തെറ്റല്ല, കൂടുതൽ സ്വീകാര്യമാണ്. എന്താ തെളിവ്? ഇഷ്ടം പോലെ തെളിവ്. ഒരു തെളിവ് ഞാൻ പറയാം. മജ്തമഅ ഖൗമുൻ ഫദഅ ബഅ്ദുഹും വഅമ്മന അൽ-ആഖറൂൻ ഇല്ലാ അജാബഹുമുല്ലാഹ് ഔ കമാ ഖാൽ. ഹദീസിന്റെ അതേ പദം ഞാൻ ഓർക്കുന്നില്ല, ആ ആശയമാണ് ഹദീസിൽ. എന്താണ് ഹദീസിൽ പറഞ്ഞത്? ഒരു സംഘം ആളുകൾ ഒരിടത്ത് സംഘം കൂടി ഇരിക്കുമ്പോൾ അവരിൽ ഒരാൾ ദുആർന്നു, ബാക്കിയുള്ളവരെ ആമീൻ പറഞ്ഞാൽ അല്ലാഹു തആല അവരുടെ ദുആ, ഹദീസ് ഇങ്ങനെയാണ്, ലാ യജ്തമിഉ മലഉൻ ഫയദ്ഉ ബഅ്ദുഹും വയുഅമ്മിനു ബഅ്ദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. സഹീഹ ഹദീസ. ഫത്ഹുൽ ബാരിയുടെ 13-ാം വാല്യം 456-ാമത്തെ പേജിൽ കാണാം. അപ്പൊ ഒരാൾ ദ്വാരന്ന് ബാക്കിയുള്ള ആമീൻ പറയുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഇജാബത്തിന് ഏറ്റവും അധികം കാരണമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നു. അത് മതി. ഇനി റസൂൽ ചെയ്തോ മറ്റാൾ ചെയ്തോ എന്നുള്ള ചോദ്യമേ അവിടെ ഇല്ല. അതേസമയത്ത് ആ മറുപടി നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തിരിച്ചൊരു ചോദ്യം. ദുആർക്കും എന്തൊക്കെയാ സുന്നത്തുള്ളത്? ഒന്ന്, ഹംദ് കൊണ്ട് തുടങ്ങൽ സുന്നത്തുണ്ടോ? ഉണ്ട്. 2, സ്വലാത്ത് കൊണ്ട് തുടങ്ങൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ഹംദ് കൊണ്ട് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കൽ സുന്നത്തുണ്ടോ? ഉണ്ട്. ആരാ ഉണ്ട് എന്ന് പറയുന്നത്? ചോദ്യം ആരാ? നമ്മള്. ഉത്തരാരാ? മുജാഹിദ്. എന്നാ നമ്മളെ 5-ാമത്തെ ചോദ്യം. ഇത്രയും കാലം അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന് ശേഷം ദുആർന്നപ്പോ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങിയോ? ഇത്രയും കാലം അല്ലാഹുവിന്റെ റസൂല് നിസ്കാരത്തിന് ശേഷം ദുആർന്നപ്പോ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിച്ചോ? അപ്പൊ മുജാഹിദിന് മറുപടി ഉണ്ടാവില്ല. എന്നാ ചോദ്യം തീർന്നോ? ഇല്ല. അടുത്ത ചോദ്യം, ദ്വാർക്കുമ്പോ കൈ ഉയർത്തൽ സുന്നത്തുണ്ടോ?
അല്ലേ? മുജാഹിദീങ്ങൾ നിസ്കാരത്തിന് സുന്ദർക്കുമ്പോൾ കൈ ഉയർത്തില്ലേ, പൊന്തിച്ചല്ലേ? ചമ്മറപ്പടി ഇട്ടിട്ടാണ് ഇരിക്കലെങ്കിലും കജ്ജ് പൊന്തിച്ചല്ലേ? ആ സംഗതി ഇരുത്തം ഇങ്ങനെ ചമ്മറപ്പടിയാണെങ്കിലും കൈ പൊന്തിക്കല്ലേ നമ്മൾ കാണലുണ്ട്. തെബിലീകേരും നമ്മളെ കൂട്ടത്തിൽ ദ്വാക്ക് കൂടൂല, ഒരിങ്ങനെ ഒറ്റക്ക് പിറുപിറുക്കണ കാണാം, പിറുപിറുന്ന് പറയുന്നതാണ്. പക്ഷേ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ 10 ചില്ലാനം കൊല്ലം 5 വക്ത് നിസ്കരിച്ചപ്പോൾ കൈ ഉയർത്തി ദ്വാർന്നോ? പറ, തെളിവ് പറ. അപ്പോ നിങ്ങൾക്ക് കൈ ഉയർത്താൻ എന്താ തെളിവ്? നിങ്ങൾക്ക് ഹംദ് കൊണ്ട് തുടങ്ങാൻ എന്താ തെളിവ്? നിങ്ങൾക്ക് സ്വലാത്ത് കൊണ്ട് തുടങ്ങാൻ എന്താ തെളിവ്? നിങ്ങൾക്ക് ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ദുആ അവസാനിപ്പിക്കാൻ എന്താ തെളിവ്? അതിൽ പറ. അത് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഇതിന്റെ തെളിവ് നമ്മൾ പറയും. ഈ അടുത്ത് താമരശ്ശേരിക്ക് പരിസരത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു ചോദ്യം വന്നു കുറിപ്പിലൂടെ. മങ്കൂസ് മൗലിദിൽ പറഞ്ഞല്ലോ, ആദം നബിയെ കൊണ്ട് തവസ്സുലാക്കിയ ആളാണ്, റസൂലിനെ കൊണ്ട് ആദം നബി തവസ്സുലാക്കി. അതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ ഈ പുസ്തകം എടുത്തു. ഈ പുസ്തകം മക്തിത്തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ? സനാഉല്ലാ മക്തിത്തങ്ങൾ ആരാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സകല ഗ്രൂപ്പുകൾക്കും ഇദ്ദേഹവുമായുള്ള ബന്ധം എന്താണ്? അതാദ്യം മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ പാഠപുസ്തകം എടുക്കുകയാണ്. ഇസ്ലാമിക ചരിത്ര പാഠങ്ങൾ 7ാം ക്ലാസ്സിലേക്ക്. ഇതിന്റെ 64ാമത്തെ പേജിൽ പറയുകയാണ്. ഈ പുസ്തകത്തിന്റെ 64ാമത്തെ പേജിൽ പറയാ, സയ്യിദ് സനാഉല്ലാ മക്തിത്തങ്ങളിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കിയ വളരെ പേർ മുജാഹിദ് സംഘടനയുടെ പ്രവർത്തകരായി മാറി. ആരൊക്കെയാണെന്നറിയോ? KM സീദി സാഹിബ്, സീദി മുഹമ്മദ് സാഹിബ്, മണപ്പാട്ട് കുന്നേമാജി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, KM മൗലവി, EK മൗലവി, മൈദു മൗലവി. സനാഉല്ലാ മക്തിത്തങ്ങളിൽ നിന്നാണത്രേ ഇവരൊക്കെ തൗഹീദ് മനസ്സിലാക്കിയത്. ഇത് മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠമാണ്. അങ്ങനെയുള്ള സനാഉല്ലാ മക്തിത്തങ്ങള് പറയാണ്, മുഹമ്മദ് നബിയെ കൊണ്ട് ആദം നബി തവസ്സുലാക്കി. എവിടെ പറഞ്ഞത്? ഈ പുസ്തകത്തിന്റെ 182ാമത്തെ പേജിൽ, അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ 189ാമത്തെ പേജിൽ പറയുകയാണ്. 182ാമത്തെ പേജിൽ പറയാം, കണ്ടോ? നിന്റെ സൃഷ്ടികൾക്കുള്ള എല്ലാ ഇച്ഛകളെയും പരിപൂരിച്ചു രക്ഷിക്കുന്ന പ്രിയ പിതാവേ, മുഹമ്മദ് നബിയുടെ തിരുപ്പേരാശ്രയം കൊണ്ട് ആദം ചെയ്ത പിഴയെ പുറത്തു രക്ഷിച്ചതുപോലെ, മുഹമ്മദ് നബിയുടെ തിരുപ്പേരിനെ ആശ്രയിച്ചുകൊണ്ട് ആദം ചെയ്ത പിഴയെ പൊറുത്തു രക്ഷിച്ചതുപോലെ മഹാപാപികളിൽ മികച്ച പാപിയായിരുന്ന എന്റെ അറിവിൽ പെട്ടതും പെടാത്തതുമായ എല്ലാ പാപങ്ങളെയും മുഹമ്മദ് എന്ന ആശ്വാസപ്രദന്റെ അനുചാര ഹേതുവായി ക്ഷമിക്കണമേ. അപ്പൊ മുഹമ്മദ് നബിയുടെ ബർക്കത്തുകൊണ്ട് എന്റെ പാപം പൊറുക്കണേ. ഏതുപോലെ? ആദം നബിയുടെ തെറ്റ് പൊറുത്തു കൊടുത്തതുപോലെ. അതിനുള്ള തെളിവെവിടെ? ആദ്യം അതിന്റെ തെളിവുകൾ പറ. അല്ലെങ്കിൽ ഇയാൾ നരകത്തിലാണെന്ന് പറ. ഇയാളിൽ നിന്നാണല്ലോ നിങ്ങൾക്ക് തൗഹീദ് കിട്ടിയത് എന്നാണല്ലോ മദ്രസാ പുസ്തകത്തിൽ ഇന്നും പഠിപ്പിക്കുന്നത്. മിനിഞ്ഞാന്ന് പെരിന്താൽമണ്ണയിൽ നടന്ന മുഖാമുഖത്തിൽ ഒരു ചോദ്യം വന്നു. മുഹമ്മദ് നബിയെ ശുപാർശകനാക്കുകയല്ലേ നിങ്ങൾ? അന്ത ശഫീഉൽ ലദീ തുർജാ ശഫാഅത്തുഹു. മുഹമ്മദ് നബി ശുപാർശകൻ എന്ന് നിങ്ങൾ വിളിക്കുന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ വിളിച്ചിട്ടില്ലേ? ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ വിളിച്ചത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു കൊടുത്തു. ദാ ഇതേ പുസ്തകത്തിന്റെ 362ാമത്തെ പേജ്. ഇതൊക്കെ നമ്മള് സ്കാൻ ചെയ്ത് വായിക്കുന്നുണ്ടേ. ഇവരുടെ സകല ഗ്രന്ഥങ്ങളും നമ്മളെ 2 കണ്ണുകളും കൊണ്ടും വായിക്കുന്നുണ്ട്. ഇതിലെന്താ പറയുന്നത്? ശഫാഅത്ത് ചെയ്യുന്ന ആശ്വാസപ്രദൻ മുഹമ്മദ് നബി തന്നെ. ഇയാൾ നരകത്തില?
പിന്നെ ചോദിച്ചു മിഞ്ചിൽ ഖലായിക്ക് മിഞ്ചഹന്നമ ഫീ വദി എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മിഞ്ചല്ല മുഞ്ചയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞെടുത്തു. ശബരിമല കയറി എന്നുള്ളടത്ത് ഫതഹ് മാറ്റിയിട്ട് നമ്മിട്ടു. ശബരിമല കയറി എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലേ? കാരണം മല എന്ന് പറഞ്ഞാൽ വലുതാണ്, ഇത് ചെറുതാണ്. അപ്പോ ഞാൻ പറഞ്ഞു നബിയെ രക്ഷകൻ എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് കാലാവസ്ഥക്ക് ഒത്തതായ ഈ പടയിൽ. അദ്ദേഹം സനാഉല്ലാ മക്കി തങ്ങള് എതിരാളികളുമായിട്ട് ആശയ സംവാദം നടത്തുകയാണ്. അപ്പൊ അതിനെപ്പറ്റി പറയാ, കാലാവസ്ഥക്ക് ഒത്തതായ ഈ പടയിൽ നമ്മെ രക്ഷിക്കുന്ന നബിയെ തെളിയിച്ചു ഉറപ്പിക്കുന്നതിലേക്ക് ഓരോ ചില്ലിക്കാശ് നിങ്ങൾ കൊടുക്കണം. ഈ പരിപാടിക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് അദ്ദേഹം പറയാണ്. അന്നത്തെ ഭാഷയിലാ പറയുന്നത്. 1912 മുമ്പുള്ള പഴയ മലയാളത്തിലാ പറയുന്നത്. എന്താ പറയുന്നത്? കാലാവസ്ഥക്ക് ഒത്തതായ ഈ പടയിൽ നമ്മെ രക്ഷിക്കുന്ന നബിയെ തെളിയിച്ചുറപ്പിക്കുന്നതിലേക്ക് ഓരോ ചില്ലിക്കാശ് നിങ്ങൾ കൊടുക്കണം. അന്ന് ചില്ലിക്കാശുള്ളത് ഇന്നത്തെ മാതിരി 1000-ന്റെയും 10,000-ന്റെയും ഉറുപ്പ്യല്ല. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളെ രക്ഷിക്കുന്ന പ്രവാചകൻ, ഈ പടയിൽ നമ്മളെ രക്ഷിക്കുന്ന പ്രവാചകൻ. അതന്നല്ലേ മങ്കൂസ് മൗലൂദിലുള്ളത്. ഉൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകേണ്ടുന്ന ആളുകൾ, അവരെ തെറ്റുകുറ്റങ്ങൾ കാരണത്താൽ നരകത്തിൽ പോകുന്ന ആളുകൾക്ക് നബി സദുപദേശത്തിൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നന്നായി തീർന്ന ആളുകൾ, അതിന് പുറമെ ശിക്ഷക്ക് അർഹരായ ആളുകളെ അള്ളാന്റെ റസൂല് ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പണി ചെയ്യുന്ന റസൂൽ. ഇതൊക്കെ ഹദീസിലുള്ള വിഷയങ്ങളല്ലേ? അതന്നല്ലേ മങ്കൂസ് മൗലൂദിലും പറഞ്ഞത്. അതിനെപ്പറ്റി പറയാണ് അത് കുഫ്റാണ്, ശിർക്കാണ്. ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു, അതും കൂടി നിങ്ങൾ കേൾക്കണം. നമുക്ക് എന്തിനറിയോ? ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മിനിമം മറുപടികൾക്ക് വേണ്ടിയാണ്. ഞാൻ നേരത്തെ വായിച്ച നോട്ടീസ്, ആ നോട്ടീസിൽ എഴുതിയ ഒരു ചോദ്യമുണ്ട്, വലിയ ചോദ്യ. സഹോദര, അതാണ് നോട്ടീസ്. സഹോദര, നബിദിനത്തിന്റെ ഭാഗമായി ഓതപ്പെടുന്ന മാലകൾ തന്നെയാണ് അതിന്റെ സാക്ഷ്യം. ഏതിന്റെ സാക്ഷ്യം? ഇതിന്റെ തൊട്ടുമുകളിൽ പറയാ, നബിദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾ സ്വർഗപാതയെന്ന് തെറ്റിദ്ധരിച്ച് നരകവീതിയിൽ മുന്നേറുകയാണ്. എന്താ പറഞ്ഞത്? നബിദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾ സ്വർഗപാതയെന്ന് തെറ്റിദ്ധരിച്ച് നരകവീതിയിൽ മുന്നേറുകയാണ്. അതിന്റെ തെളിവ് പറയാം. സഹോദര, നബിദിനത്തിന്റെ ഭാഗമായി ഓതപ്പെടുന്ന മാലകൾ തന്നെയാണ് അതിന്റെ സാക്ഷ്യം. അങ്ങയുടെ സാധുവായ ഈ അടിമ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷക എന്നൊക്കെയാണ് ഈണത്തിൽ ബഹുജനം നീട്ടിപ്പാടുന്നത്. വദൂകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. അങ്ങയുടെ സാധുവായ അടിമ. ഇരുവേറ്റിയില് ഖണ്ഡന പ്രസംഗങ്ങൾ നടക്കുമ്പോ പ്രധാന ചർച്ച അതാ. സാധുവായ അടിമ എന്ന് റസൂലുള്ളാഹിനെ അഭിസംബോധനം ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ മറുപടി കൊടുത്തു. അടിമ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമ എന്ന അർത്ഥത്തിലല്ല. അടിമക്ക് പല അർത്ഥവുമുണ്ട്. അള്ളാന്റെ അടിമ എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല അടിമ. മറിച്ച് റസൂലിന്റെ സേവകൻ, റസൂലിന്റെ അനുയായി, റസൂലിനെ അത്യധികം സ്നേഹിക്കുന്ന സേവകൻ എന്ന അർത്ഥത്തിൽ പറയുന്ന അടിമ. ആ പ്രയോഗത്തിന് യാതൊരു കുഴപ്പവുമില്ല. മറിച്ച് ആ പ്രയോഗം സ്വഹാബിമാർ റസൂലിനെ പറ്റി അള്ളാന്റെ റസൂലിന്റെ വഫാത്തിനു ശേഷം നടത്തിയിട്ടുണ്ട്. എവിടെയാ നടത്തിയത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടത്തെ ഭരണം ഏറ്റെടുത്തു. ഡൽഹിയുടെ ഭരണം അരവിന്ദ് കെജ്രിവാൾ ഏറ്റെടുത്തപ്പോൾ കെജ്രിവാളിന്റെ ആദ്യത്തെ പ്രസംഗം എന്തായിരിക്കും? നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. ഇനിയിപ്പോ അയാൾ എന്തൊക്കെ പ്രസംഗിക്കുന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. ഒന്നാമത്തെ പ്രസംഗം അയാൾ എന്താ? ഇവിടെ അഴിമതി തുടച്ചു മാറ്റും, വൈദ്യുതിയുടെ ചാർജ് പകുതിയായി കുറക്കും,
എന്നൊക്കെ പ്രസംഗിച്ചല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചു. എന്നതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഥമ പ്രസംഗം, ആ പ്രഥമ പ്രസംഗത്തിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയാണ്, വദാലിക അന്നീ കുന്തു മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകുന്തു അബ്ദഹു വഖാദിമഹു. ചെറുപ്പക്കാർക്ക് ഒരു വിഷയം കൊടുക്കുകയാണ്, ഇത് നിങ്ങൾ ചോദിക്കണം. നിങ്ങളോട് സംശയത്തിന്റെ പാട്ടുകൾ പാടിത്തരുന്ന അവരോട് നിങ്ങൾ ഇത് ചോദിക്കണം. ഉമർ ബിൻ ഖത്താബിന്റെ ഭരണാധികാരത്തിന്റെ പ്രഥമ പ്രസംഗത്തിൽ ഞാൻ റസൂലിന്റെ അടിമയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞത് നരകമാണോ സ്വർഗമാണോ? ചോദിക്കണം നിങ്ങൾ. ഇങ്ങോട്ടൊരു ചോദ്യത്തിന് അങ്ങോട്ട് 10 ചോദ്യം. ആ 10 ചോദ്യത്തിൽപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഞാൻ എന്റെ പ്രസംഗത്തിലുടനീളം പറഞ്ഞത്. തസ്ബീത്തിന്റെ വിഷയം, തക്ബീറിന്റെ വിഷയം, നിയ്യത്തിന്റെ വിഷയം, ജുമഅയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയം, അബൂ അയ്യൂബുൽ അൻസാരി ഖബറിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ സംഭവം, ഉഖബത്ത് ബിൻ ആമിർ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ ചെന്ന് ദുആർന്ന സംഭവം, അങ്ങനെ വഴിദൂരം ചുരുങ്ങിക്കിട്ടിയ സംഭവം, ബിലാൽ ബിൻ ഹാരിസിൽ മുസനി റസൂലിനോട് മഴ തേടാൻ വേണ്ടി അഭ്യർത്ഥിച്ച സംഭവം, ഇത്തരത്തിലുള്ള സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അരങ്ങേറിയ പ്രമാണങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട അനേകമനേകം സംഭവങ്ങളിൽ ചിലത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് വെച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കണം. മറുപടി ഉണ്ടാവില്ല. നന്നാമൂന മറുപടി, ആ നന്നാമൂനൊക്കെ നമ്മളൊന്നും കൊടുക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വിലയിരുത്താനും വിശകലനം ചെയ്യാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടി അവിടെ ഇരിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നാട്ടിലുടനീളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫാത്തിഹ സൂറയിൽ അല്ലാഹുവിനോട് നമ്മൾ പറയുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് റബ്ബേ ഞങ്ങളെ ഹിദായത്താക്കണമേ റബ്ബേ. ഇത് റബ്ബിനോട് നമ്മൾ പറയുമ്പോൾ അത് ദുആയാണ്. എന്നാൽ റബ്ബിനോട് പറയുമ്പോഴുള്ള ആ ഉദ്ദേശ്യം നമ്മൾ തമ്മിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവൂല. ഉണ്ടാവോ? റബ്ബ് സ്രഷ്ടാവാണ്, റബ്ബ് ഉടമയാണ്, അന്നിനക്കാണ് റബ്ബിനോടുള്ള അപേക്ഷ. പക്ഷേ അതേ സ്പെല്ലിംഗ് ഹിദായത്ത് എന്ന പദം നാം വേറൊരാളോട് പറഞ്ഞാൽ, ഉദാഹരണം മുഹിയുദ്ദീൻ ശൈഖിനോട്, മുഹിയുദ്ദീൻ ശൈഖേ എനിക്ക് ഹിദായത്തിന്റെ വഴി പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. മരിച്ചുപോയതോ ജീവിച്ചിരിപ്പുള്ളതോ ആയ ആളുകളോട് നമ്മൾ പറഞ്ഞു. അത് ശിർക്കാണോ? അത് ശിർക്കാണെന്ന് അവർ പറയുന്നത്. അതിന് പേര് പറയുന്നത് എന്താ? അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അത് ശൈഖിനോട് പറഞ്ഞ ശിർക്കാണ്. എന്നാൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആയത്തുകൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അന്ന് ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ്, വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, ദാവൂദ് നബിയെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണമേ. ഇത് സൂറത്ത് സ്വാദിന്റെ 22ാമത്തെ ആയത്തിലാണുള്ളത്. അത് ശിർക്കാണോ? അത് ശിർക്കാണോ? മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാം തന്റെ ഇബ്രാഹിം നബി അലിഹിസ്സലാം എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അലിഹിസ്സലാം പറയാണ്, പിതാവിനോട് പറയാണ്, ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നാൽ അഹ്ദിക, ഞാൻ ഹിദായത്താക്കാം. എവിടേക്കാ ഹിദായത്താക്കുക? വീട്ടിലേക്കല്ല, സിറാത്തൻ സവിയ്യ, മുസ്തഖീമായ മാർഗത്തിലേക്ക്. ഹിദായത്ത് പടച്ചോന്റെ അല്ലേ? ഇബ്രാഹിം നബി എന്താ പറയുന്നത്? ഞാൻ ഹിദായത്താക്കാം. ശിർക്കാണോ? പടച്ചവന്റെ ഹിദായത്തും ഇബ്രാഹിം നബി പറഞ്ഞ ഹിദായത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അറിയാത്ത മുസ്ലിം നമ്മുടെ നാട്ടിലുണ്ടോ? മുഹിയുദ്ദീൻ ശൈഖിനോട് ഹിദായത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് മുസ്ലിങ്ങൾ. അതിന്റെ പേരിൽ കാഫിർ എന്ന് പറയാം. ഖുർആൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, അഊദു ബില്ലാഹ്,
എന്നാൽ അതേ അഊദു എന്ന സ്പെല്ലിംഗ് വാക്ക് മഹദിയായ ആയിഷ ബീവി റസൂലിനോട് പറയാണ്, അഊദു ബി റസൂലില്ലാ, ഞാൻ റസൂലിനോട് കാവൽ ചോദിക്കുന്നു. ശിർക്കാണോ? മറ്റൊരു സ്വഹാബി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മറ്റൊരു സ്വഹാബി പറയുകയാണ്, അഊദു ബി റസൂലില്ലാ. ശിർക്കാണോ? എവിടുന്ന് കിട്ടിയ ശിർക്ക്? തൂബു ഇലല്ലാഹ്, അല്ലാഹുവിനോട് തൗബ ചോദിക്കുവിൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ആയിഷ ബീവി പറയാണ്, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും തൗബ ചെയ്യുന്നു. ബുഖാരിയിലില്ലേ? ശിർക്കാണോ? അല്ലാഹുമ്മ ത്വഹിർനി, അല്ലാഹുവേ എന്നെ ശുദ്ധീകരിക്കണേ എന്ന് അല്ലാഹുവോട് നടത്തേണ്ടുന്ന പ്രാർത്ഥന നബി തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ നബിയുടെ അടുക്കൽ വന്നിട്ട് സ്വഹാബികൾ വന്ന് പറയാണ്, യാ റസൂലല്ലാഹ് ത്വഹിർനി, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കണേ. ശിർക്കാണോ? ശിർക്കാണോ? അല്ലാഹ് ഖുർആനിൽ പറയാണ്, നിങ്ങൾ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യണം, വേറെ ആർക്കും സുജൂദിൽ കിടക്കരുത്. അതേ അല്ലാഹ് തന്നെ പറയാണ്, ഫഖറൂ ലഹു സുജ്ജദാ. യാക്കൂബ് നബിയുടെ മക്കളും യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, യാക്കൂബ് നബിയും മക്കളും മുശ്രിക്കായോ? എത്ര ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാണ്ട്? ഒറ്റ കാര്യം കൂടി ഞാൻ ആദ്യം എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, പരിശുദ്ധ സ്വഹാബത്ത് ഇവിടെ പള്ളികൾ സ്ഥാപിച്ചു, ജുമഅ നടപ്പിലാക്കി. ആ ജുമഅയുടെ മുമ്പ് അവർ നിർവഹിച്ച പരിശുദ്ധമായ ഖുത്ബ ഏതു ഭാഷയിലാ? എന്തേ? അപ്പൊ അവർക്ക് ഇവിടെ ഈ നാട്ടിലേക്ക് ഒരു ചോദ്യം എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം. അത് അവര് സഹാബിമാർ, അവര് അറബികളായിരുന്നില്ലേ, പാവം അറബിയാള് എന്ന് നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ ആ സംശയം അസ്ഥാനത്താണ്. എന്തുകൊണ്ട് ആ സ്വഹാബിമാർ ഇവിടെ വന്ന് മലയാളികൾക്കിടയിൽ ഒരാഴ്ച താമസിക്കുമ്പോൾ മലയാളം പഠിച്ചിട്ടുണ്ടാവില്ലേ? അല്ലേ? നിങ്ങളൊന്ന് ബാംഗ്ലൂർ പോയെന്ന് നോക്കാണി, ഒരാഴ്ച നിങ്ങൾ ഇംഗ്ലീഷ് പളപളാന്ന് പറയും. ഗൾഫിൽ പോയോക്കാണി, അറബിയുടെ ഇടയിൽ താമസിച്ചോക്കാണി, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് അറബി പറയും. എന്നിട്ടും എന്തേ ആ സ്വഹാബിമാര് മുതൽ ഇന്നേ വരെ ഒരു പള്ളിയിലും ഖുത്ബ മലയാളത്തിലാക്കിയില്ല? 2014 ജനുവരിയിൽ ഈ ഉള്ളവൻ ദുബായ് പോയിരുന്നു. ദുബായിലും അബുദാബിയിലും റാസൽ ഖൈമയിലും അല്ലയിലൊക്കെ പോയി. അവിടെ 2 വെള്ളിയാഴ്ച ജുമഅക്ക് കൂടി. അവിടെയുള്ള മിക്ക പള്ളികളിലും അറബികളെക്കാൾ കൂടുതൽ അന്യഭാഷക്കാരാണ്. 75% അന്യഭാഷക്കാരാണ്. എന്നിട്ടും അവിടെ അറബിയിലാണ് ഖുത്ബ ഓതിയത്. നല്ല സാഹിത്യ സമ്പുഷ്ടമായ അറബികൾക്ക് പോലും, വിദ്യാഭ്യാസമില്ലാത്ത അറബികൾക്ക് പോലും മനസ്സിലാവാത്ത സുന്ദരമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ശൈലിയിലുള്ള അറബിയിൽ ഖുത്ബ ഓതി. എന്തേ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ ഭാഷ അവർ പരിഗണിച്ചില്ല? അവർക്ക് അന്തമുണ്ട്, കാര്യബോധമുണ്ട്. പിന്നെ അവിടെയുള്ളൊരു ചോദ്യം എന്താ? അവിടെയുള്ളൊരു ചോദ്യം, നിങ്ങൾ പറഞ്ഞല്ലോ സഹാബിമാർ മുതൽ ഇന്നേ വരെ ഖുത്ബ അറബിയിലെ ഓതിയിട്ടുള്ളൂ എന്നുള്ളത്, അതെവിടെയാണുള്ളത് എന്നാ? ഇത് കെ.എം. മൗലവിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കെ.എം. മൗലവി പറയുന്നത് അറബിയിലാണ് ഖുത്ബ ഓതേണ്ടത്. നമ്മളെ നാട്ടുകാർക്ക് അറബി അറിയാത്തത് കൊണ്ട് മലയാളമല്ലാതെ നിർവാഹമില്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വാദമാണ്. എന്റെ വാദം, നാട്ടില് മലയാളിയാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ടില്ല, അറബിയിൽ ഓതണം എന്നുള്ളതാണ്. അപ്പൊ ഞാനും കെ.എം. മൗലവി 2 വർഷത്തുനിന്ന് വാദപ്രതിവാദം നടത്തുക. അപ്പൊ നിങ്ങൾ ചോദിക്കണം എന്നോടും കെ.എം. മൗലവിയോടും, മുസ്ലിയാരും അവിടെ നിൽക്കട്ടെ, മൗലവി അവിടെ നിൽക്കട്ടെ, നിങ്ങൾ രണ്ടാളും ജനിക്കുന്നതിന് മുമ്പത്തെ ആൾക്കാരെന്താ ചെയ്തത്? ഞങ്ങൾക്ക് അത് മതി. അവരിങ്ങളെക്കാളും അന്തള്ള ആൾക്കാരാ.
മുസ്ലിയാരെക്കാളും അന്തണ്ട്, മൗലവിനേക്കാളും അന്തള്ള നല്ല സ്വാലിഹീങ്ങളായ ആൾക്കാരായിരുന്നു. അവരെന്താ ചെയ്തത്? അപ്പൊ ഞാൻ മറുപടി പറയും, അവര് ചെയ്തത് എന്താണുള്ളത് മൗലവി തന്നെ പറയട്ടെ. മൗലവി ഇതാ പറയുന്നു, ഇതിന്റെ 23-ാമത്തെ പേജിലാ പറയുന്നത്. എന്താ പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സഹാബികൾ, താബിഉകൾ, താബിഉ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്കുനുകൾ അറബിയിൽ പറഞ്ഞു വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. മൗലവി പറയാ, നാം കണ്ടിട്ടില്ല. അപ്പൊ മുജാഹിദീങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങളെ നേതാവായ മൗലവി നിങ്ങൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വരുമോ? അപ്പൊ അതിന് മൂപ്പരുത്തായ മറുപടി വരാം, എന്നല്ല, നബിയും പൂർവികരായ സൽവൃത്തരും മതപരമായ പ്രസംഗങ്ങൾ റുക്കുനുകളും തുടർന്നുള്ള ഭാഗങ്ങളും മുഴുവൻ അറബിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നും നമുക്കറിയാം. അവിടെ നിന്നാ മതി. ഇനി എന്റെ വാദത്തിന് പ്രസക്തിയില്ല, മൗലവിയുടെ വാദത്തിനും പ്രസക്തി. രണ്ടാളെ പാട്ടിന് പോകാൻ പറയണം നിങ്ങൾ നാട്ടുകാര്. അങ്ങനെ ഖുത്ബ എന്ന ഇബാദത്തിനെ മലയാളീകരിക്കുകയാണെങ്കിൽ ചോദിക്കട്ടെ, ഖുർആൻ മലയാളത്തിൽ ഓതാൻ പറ്റുമോ? ചോദിക്കട്ടെ, ബാങ്ക് മലയാളത്തിൽ പറ്റുമോ? ചോദിക്കട്ടെ, നിസ്കാരം മലയാളത്തിൽ പറ്റുമോ? അപ്പൊ അതിനവരുടെ മറുപടി എന്താ? മറുപടി എന്നറിയോ? നിസ്കാരം അള്ളാനോടല്ലേ, അള്ളാക്ക് എല്ലാ ഭാഷയും അറിയില്ലേ, അതുകൊണ്ട് അള്ളാനോട് അറബിയിൽ പറഞ്ഞാൽ മതി. ഇവരെ വിചാരം എന്താ അറിയോ? നിസ്കാരം എന്ന് പറയുന്നത് അള്ളാക്ക് തിരിയാനാണ്. പോയത്തക്കാര് നിസ്കാരം അള്ളാക്ക് മനസ്സിലാവാനാണോ? എടോ, അള്ളാനോട് തൊള്ള പൂട്ടിയിരുന്നാലും അള്ളാക്ക് മനസ്സിലാവൂലേ? മനസ്സിലുള്ള കാര്യം എന്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയല്ലേ ഞാൻ സംസാരിക്കുന്നത്. എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമെന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് തിരിയോ? അപ്പൊ ഞാൻ പറയും കുറച്ചുകൂടി ചൂടുവെള്ളം എടുത്തു ഇത് പറയും. എന്നതുപോലെ അള്ളാഹിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് തിരിയാനാണോ? മറിച്ച് അള്ളാഹിനോട് എന്താണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? ഞാൻ എന്റെ നിസ്കാരത്തിൽ തക്ബീർ മുതൽ സലാം വരെ എന്താണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? അല്ലാതെ അള്ളാഹ്ക്ക് മനസ്സിലാവൂല, അള്ളാഹ്ക്ക് മനസ്സിലാകും അതാണോ വിഷയം? ഈ പറയുന്ന എനിക്ക് മനസ്സിലാവണ്ടേ? എനിക്ക് മനസ്സിലാവാതെ ഞാൻ നിസ്കരിച്ചിട്ട് എന്താ കാര്യമെന്ന എന്റെ യുക്തിയിലൂടെയുള്ള ചോദ്യം വെച്ചിട്ട് മലയാളത്തിൽ ഞാൻ നിസ്കരിക്കാൻ പറ്റുമോ? അണ്ണാച്ചി തമിഴിൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുമോ? ബ്രിട്ടീഷുകാരൻ ഇംഗ്ലീഷിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷിൽ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? യുക്തിയുടെ ചോദ്യമല്ലേ അത്? യുക്തി കൊണ്ട് ദീൻ അളക്കുന്ന ചോദ്യമല്ലേ അത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബാദത്തിനെ എങ്ങനെ കൈമാറിയോ അതുപോലെ നിർവഹിക്കണമെന്ന അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എത്ര ചോദ്യങ്ങൾ! ഓരോ ചോദ്യത്തിനും നമ്മുടെ അടുക്കൽ മറുചോദ്യങ്ങളെ കൊണ്ട് മറുപടിയുണ്ട്. ഏത് ചോദ്യം, ശിർക്ക് തൗഹീദുമായി ബന്ധപ്പെടട്ടെ, ഇബാദത്തുമായി ബന്ധപ്പെട്ടതാവട്ടെ, ബിദ്അത്ത് സുന്നത്തുമായി ബന്ധപ്പെട്ടതാവട്ടെ, ദിക്ർ ദുആകളെ പറ്റിയാവട്ടെ, സലാത്തിനെ പറ്റിയാവട്ടെ, ഏത് ചോദ്യം, ആ ചോദ്യങ്ങൾക്കെല്ലാം മറുചോദ്യങ്ങൾ അവരുടെ മുമ്പിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ പതറാൻ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പിന്നാലത്തെ മുഖാമുഖത്തിൽ വന്നൊരു ചോദ്യം ക്ലാസ് റൂം കേട്ട ആളുകൾക്കറിയാം. ശഫാഅത്ത് ചെയ്യുക എന്നത് അള്ളാന്റെ സിഫത്തല്ലേ? അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ പടച്ചോന്റെ സിഫത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖിനുണ്ട് എന്ന് വിശ്വസിക്കലല്ലേ എന്നൊരു മുജാഹിദിന്റെ സുഹൃത്ത് ചോദിച്ചപ്പോ ഞങ്ങൾ മറുപടി പറഞ്ഞു, അള്ളാന്റെ സിഫത്തായിട്ട് ഞങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണ്? അള്ളാന്റെ സിഫത്തായിട്ട് പഠിച്ചത് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ഫിൽ ഇത്ലബിൽ ഇത്ലാഖി. അങ്ങനെയുള്ള സിഫത്തുകൾ. വഖുദ്റത്തുൻ സംഉൻ ഇറാദത്തുൻ ബസർ ഹയാത്തുൽ ഇൽമു കലാമുൻ ഇസ്തമർ. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ സിഫത്ത്. ശഫാഅത്തിന്റെ സിഫത്തുണ്ടോ? ഷഫാഅത്ത് അല്ലാഹുവിന്റെ സിഫത്താണെങ്കിൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മൂന്നാമത്തെ ഒരാളോട് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറയുന്നതിനെ പറ്റിയല്ലേ ഷഫാഅത്ത് എന്ന് പറയാം.
അപ്പൊ എനിക്ക് വേണ്ടി അല്ലാഹു തആല അള്ളാന്റെ മേലുള്ള വേറൊരു അള്ളാഹിനോട് അപേക്ഷിക്കലാണ് ശഫാഅത്ത് എന്ന് വരൂലേ പൊട്ട എന്ന് ആ പൊട്ടനോട് പൊട്ട എന്ന് വിളിക്കാതെ ഞങ്ങൾ മറുപടി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ കോലത്തിലാണ്. അതിനുശേഷം ആ മുഖാമുഖം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ ചിന്താപരമായ മതപരമായ നിലവാരം ആയിരക്കണക്കിനിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അപ്പൊ ആൾക്കാർ ആന്ന് പറഞ്ഞു. ഈ നിലവാരം തന്നെയാണ് ഹുസൈൻ സലഫിക്കും സക്കരിയ സലായിക്കും കരിമ്പിലാക്കലിലും സകല പിലാക്കലിലും ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം നിർത്തി. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.